السلام عليكم ورحمة الله. بسم الله الرحمن الرحيم. الحمد لله رب العالمين، وأشهد أن لا إله إلا الله ولي الصالحين، وأشهد أن سيدنا محمدا عبد الله ورسوله الأمين. اللهم صل وسلم وبارك على سيدنا محمد وعلى آله وأصحابه ومن اتبع سنته إلى يوم الدين. ബഹുമാനമുള്ള പണ്ഡിതന്മാരെ, സ്നേഹമുള്ള സഹോദര സഹോദരിമാരെ, സുഹൃത്തുക്കളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതുവരെ നടന്ന ക്ലാസും ഇനി നടക്കാനിരിക്കുന്നതുമെല്ലാം അല്ലാഹു ഫലപ്പെടുത്തി തരുമാറാവട്ടെ. അവർക്കും നമുക്കും അല്ലാഹു അർഹമായ വിധത്തിൽ അവന്റെ പരിശുദ്ധ ഗ്രന്ഥത്തോടും അവന്റെ ദീനിനോടും യോജിക്കുന്ന വിധത്തിൽ ഈ പഠന ക്ലാസുകളും മറ്റുമൊക്കെ കൈകാര്യം ചെയ്യാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്യുമാറാവട്ടെ. ഇനി നാം ഉദ്ദേശിക്കുന്നത് നമ്മുടെ തഫ്സീർ ക്ലാസ്സാണ്. അവന്റെ വിശുദ്ധ ഗ്രന്ഥത്തെ അടുത്തറിയാൻ സഹായിക്കുന്ന വിധത്തിൽ, അങ്ങനെ നമ്മുടെ ഈമാനിനെ ചൈതന്യവത്താക്കാൻ സഹായിക്കുന്ന വിധത്തിൽ അത് നടത്തുവാൻ അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. ബഹുമാനികളെ, സൂറത്തുൽ ബഖറയുടെ 25-ാമത്തെ ആയത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചു. അതിന്റെ അർത്ഥം മാത്രം കഴിഞ്ഞ ക്ലാസ്സിൽ പറയുകയുണ്ടായി. وبشر الذين آمنوا وعملوا الصالحات أن لهم جنات تجري من تحتها الأنهار كلما رزقوا منها من ثمرة رزقا قالوا هذا الذي رزقنا من قبل وأتوا به متشابها ولهم فيها أزواج مطهرة وهم فيها خالدون. കേൾക്കുന്നില്ലേ? ശബ്ദം കുറവുണ്ടോ? അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന്റെ മുമ്പ് അവന്റെ ഗ്രന്ഥത്തെ സംബന്ധിച്ച്, പ്രവാചകനെ സംബന്ധിച്ച്, ആദ്യമായി അള്ളാഹുവിനെ സംബന്ധിച്ച്, പിന്നീട് പ്രവാചകനെ സംബന്ധിച്ച്, പ്രവാചകനെ മനസ്സിലാക്കാനുള്ള മാനദണ്ഡത്തെ സംബന്ധിച്ചൊക്കെ വിശദീകരിച്ചു. വളരെ കൃത്യമായും ഭംഗിയായും ആ വിശുദ്ധ ഖുർആനിന്റെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെയും സത്യസന്ധത വ്യക്തമാക്കി. അത് പല രൂപത്തിൽ ഘട്ടം ഘട്ടമായി ആർക്കും മനസ്സിലാകാവുന്ന വിധത്തിൽ അവസരം കൊടുത്തുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അത് നിർവഹിച്ചതിന് ശേഷം പിന്നീട് അവരുമായി പറഞ്ഞൊഴിയുന്ന വിധത്തിൽ, ഇനിയും നിങ്ങൾ ഇതിന് തയ്യാറില്ലെങ്കിൽ ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ വഴി നോക്കാം, നിങ്ങൾ നരകത്തെ സൂക്ഷിച്ചോളൂ എന്ന് പറഞ്ഞ് താക്കീത് നൽകിക്കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ വിഷയം അവസാനിപ്പിച്ചു. വിഷയം അവസാനമായി നിൽക്കുന്നത് അവിടെയാണ്. അതുകൊണ്ടാണ് ആദ്യം തന്നെ ആ വെല്ലുവിളി. മറ്റതൊക്കെ ചരിത്രത്തിന്റെ ഭാഗമായി മാറി, അതിൽ നിന്ന് പലതും നമുക്ക് പഠിക്കാനും ഉണ്ട്. എന്നാൽ മൊത്തത്തിൽ വിശുദ്ധ ഖുർആനിന്റെ അജയ്യത തെളിയാൻ ഇനി ഈ അവസാന ഘട്ടം മാത്രമേ മനസ്സിലാക്കേണ്ടതുള്ളൂ. അതാണ് ആദ്യം തന്നെ ഈ സൂറത്തുൽ ബഖറയിൽ വരാൻ കാരണം. ഈ വിഷയമാണ് ആദ്യമായി, വെല്ലുവിളിയുടെ അവസാന ഘട്ടമാണ് ആദ്യമായി അല്ലാഹു തആല പറഞ്ഞത്. ചരിത്ര വിദ്യാർത്ഥിക്ക് പലതും പഠിക്കാനുണ്ട്. അതിന്റെ മുമ്പ് നടന്ന സംഭവങ്ങളിൽ നിന്ന്, ശരീഅത്തിന്റെ ആദാബുകൾ മനസ്സിലാക്കുന്ന വ്യക്തിക്ക് പലതും പഠിക്കാനുണ്ട്. അതൊക്കെ വേറെ വിഷയം. ഖുർആനിന്റെ അജയ്യതയും അതിന്റെ സത്യസന്ധതയും അതിന്റെ അസ്തിത്വവും തെളിയിക്കാൻ ഇനി ഇതേ പറയേണ്ടതുള്ളൂ. അതുവരെയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കേണ്ട ആവശ്യമേ ഉള്ളൂ. ഇത് മനസ്സിലാക്കി, ഇത് ഈ അവസാനത്തെ വെല്ലുവിളിയാണ് ഏറ്റവും ഉയർന്നു നിൽക്കുന്ന ഘട്ടം. അതുകൊണ്ടാണ് ആദ്യമായി അത് പറഞ്ഞത്. അതിനുശേഷം പിന്നീട് വബശ്ശിരിൽ ലദീന ആമനു എന്ന് പറഞ്ഞു. വിശ്വസിക്കുകയും സുകൃതങ്ങൾ നിർവഹിക്കുകയും ചെയ്യുന്നവർക്ക് സന്തോഷവാർത്ത നൽകുക. എന്താണ് സന്തോഷവാർത്ത നൽകേണ്ടത്? അന്നലഹും ജന്നാത്തിൻ, അവർക്ക് സ്വർഗങ്ങളുണ്ട്. തജ്രീ മിൻ തഹ്തിഹൽ അൻഹാറു, അതിന്റെ താഴ്ഭാഗങ്ങളിലൂടെ അല്ലെങ്കിൽ താഴെ അരുവികൾ ഒഴുകുന്ന ജന്നാത്ത്, സ്വർഗങ്ങൾ, തോട്ടങ്ങൾ അവർക്കുണ്ട്. കുല്ലമാ റുസിഖു മിൻഹ, അവർക്ക് നൽകപ്പെട്ടാൽ, ആഹാരമായി നൽകപ്പെട്ടാൽ, മിൻഹ സ്വർഗത്തിൽ നിന്ന്, മിൻ സമറത്തിൻ
ഏതെങ്കിലും ഒരു സമറത്തിൽ നിന്ന് അവർക്ക് റിസ്ക്കിനെ നൽകപ്പെട്ടാൽ, അല്ലെങ്കിൽ എന്തെങ്കിലും സമറത്തിൽ നിന്ന് പഴത്തിൽ നിന്ന് എന്തിനെങ്കിലും അവർക്ക് നൽകപ്പെട്ടു റിസ്ക്കൻ ഭക്ഷണമായി നൽകപ്പെട്ടാൽ, ഖാലു അവർ പറയും, ഹാദല്ലദീ റുസിഖ്നാ മിൻ ഖബ്ൽ, ഇത് തന്നെയാണല്ലോ ഞങ്ങൾക്ക് മുമ്പ് നൽകപ്പെട്ടത് എന്ന് പറയും. ഹാദല്ലദീ റുസിഖ്നാ മിൻ ഖബ്ൽ ഔതു ബിഹി മുതശാബിഹാ, അവർക്ക് അതിനെ മുതശാബിഹായ നിലയിൽ സാദൃശ്യമുള്ളതായ നിലയിൽ നൽകപ്പെട്ടിരിക്കുന്നു. വലഹും ഫിഹാ അസ്വാജും മുതഹറ, അവർക്ക് അവിടെ പരിശുദ്ധകളായ ഇണകൾ ഉണ്ട്. വഹും ഫിഹാ ഖാലിദൂൻ, അവർ അവിടെ സ്വർഗത്തിലാകുന്നു, ശാശ്വതരാകുന്നു, സ്വർഗത്തിൽ ശാശ്വതരാകുന്നു. ഇത് നമുക്കൊക്കെ അറിയാവുന്ന വസ്തുതയാണ്. പ്രത്യക്ഷത്തിൽ ആയത്ത് അവിടെ കൂടുതൽ വിശദീകരിക്കേണ്ടത് ഉണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷെ വേറെ ഒന്ന് രണ്ട് കാര്യങ്ങൾ നമ്മളിവിടെ ചിന്തിക്കേണ്ടതുണ്ട്. ആദ്യമായി ബശ്ശിരില്ലദീന ആമനു, ബശ്ശിർ എന്ന് പറഞ്ഞാൽ ബിഷാറത്ത് നൽകുക, സുവിശേഷം സന്തോഷിക്കാനുള്ള വാർത്ത നൽകുക, അതാണ് ബിഷാറത്ത് എന്നല്ല. അവിടെ ഇമാം ഖുർത്തുബി പറഞ്ഞത് ബിഷാറത്ത് എന്ന് പറഞ്ഞാൽ ബിഷർ അല്ലെങ്കിൽ ബശറ എന്ന അതിൽ നിന്ന് വരുന്നതാ, ആ ധാതുവിൽ നിന്നാണ് അത് വരുന്നത്. അത് പിന്നെ തൊലിയുടെ മേൽ അറിയിക്കുന്ന ഒരു പദാണ് ബഷറത്ത് എന്ന് നമ്മൾ പറയലോ. അപ്പോ പിന്നെ തൊലിയുടെ അവസ്ഥയിൽ ചില മാറ്റങ്ങൾ പ്രകടമാകുന്ന ഒരു വാർത്ത നൽകുക എന്നാണ്. അൽ ഇഖ്ബാറു ബിമാ യദ്ഹറു അസറുഹു അലൽ ബശറത്തി വഹിയ ലാഹിറുൽ ജിൽദി, ആ തൊലിയുടെ പുറം ഭാഗത്ത് അതിന്റെ ചില അടയാളങ്ങൾ വെളിവാകും, അങ്ങനെയുള്ള വാർത്തകൾ നൽകുക. കാരണം എന്താ, തഗയ്യുരിഹാ ബി അവ്വലി ഖബരിൻ യരിദു അലൈക്, നിനക്ക് ഒരു ഖബർ ആദ്യമായിട്ട് വരുമ്പോ അതിന് ഉണ്ടാകുന്ന ഒരു മാറ്റമുണ്ടല്ലോ, നമ്മുടെ മുഖത്ത് അല്ലെങ്കിൽ ശരീരത്തിൽ തൊലിക്കുണ്ടാകുന്ന ഒരു മാറ്റം. ചിലപ്പോ കോരിത്തെരിപ്പുണ്ടാകും, ചിലപ്പോൾ ഒരു പ്രസന്നത ഉണ്ടാകും, ചിലപ്പോ ദുഃഖമുണ്ടാകും. പക്ഷെ മറ്റ് ഇത് ചില ഡിക്ഷണറികളൊക്കെ ഉണ്ട്, ചില മഹാജിമകളിലൊക്കെ ഉണ്ട് ഈ അർത്ഥം. പിന്നെ ഖുർത്തുബി ഇത് ഉദ്ധരിച്ചിട്ടുമുണ്ട്. പക്ഷെ മറ്റു ചില മഹാജിമകൾ കൂടി കൂട്ടി വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുന്നത് ആ മാറ്റം ഒരു നല്ല നിലക്കുള്ള ഒരു സന്തോഷകരമായ മാറ്റത്തിന്റെ മേൽ അറിയിക്കുന്ന വാർത്ത എന്നതിനാണ് കൂടുതൽ പ്രാമുഖ്യം. അല്ലാതെ മൊത്തത്തിൽ ഒരു മാറ്റം ഉണ്ടാവുന്നതിനൊക്കെ പറയാം എന്നാണ് ഇപ്പൊ ഈ പറഞ്ഞു വന്നത്. അങ്ങനെ വരുമ്പോ ചില സ്ഥലങ്ങളിൽ പിന്നെ നമ്മൾ സാധാരണ സന്തോഷം നൽകുക എന്നത് അത് പിന്നെ ഉപയോഗം കൊണ്ട് അങ്ങനെ ആയതാണ്. ചിലപ്പോ ദുഃഖവാർത്ത വന്നാലും ശരീരത്തിനും മുഖത്തിനൊക്കെ ഭാവമാറ്റം ഉണ്ടാവുമല്ലോ, അതിനും പറയാം അസില് വളരെ പ്രകാരം. എന്നാൽ വൽ ഗാലിബു അൻ യുസ്തഅമല ഫി സുറൂരി, സുറൂറില് പിന്നെ മുഖയ്യതായിട്ടും അല്ലാതെയും ഒക്കെ ഉപയോഗിക്കാം. കാരണം സുറൂറില് സന്തോഷത്തില് അത് വ്യാപകമായി വന്നു. അതുകൊണ്ട് ബഷീർ എന്ന് പറഞ്ഞാൽ വെറും ബഷീർ എന്നും പറയാം, ബഷീർ ബിൽ ഖൈർ എന്ന് ഖൈദോടുകൂടെയും പറയാം. സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്ക്, അല്ലെങ്കിൽ പിന്നെ ഒരു കുഞ്ഞ് ജനിച്ചു എന്ന് സന്തോഷ വാർത്ത അറിയിക്ക് എന്നൊക്കെ പറയാം. എന്നാൽ ദുഃഖകരമായ കാര്യങ്ങളാണെങ്കിൽ അതിനും ഉപയോഗിക്കാം. അതിന് ഭാവമാറ്റം ഉണ്ടാവുന്നത് എന്ന അർത്ഥത്തിൽ ആസിൽ വല്ല പ്രകാരം ഉപയോഗിക്കാം. അങ്ങനെ വരുമ്പോൾ പിന്നെ പക്ഷെ എന്ത് പാടില്ല, ഉപയോഗം കൊണ്ട് സന്തോഷത്തിന് മാത്രമായതുകൊണ്ട് അല്ലാത്ത കാര്യത്തിൽ ഉപയോഗിക്കുമ്പോൾ ആ ഉപയോഗിക്കപ്പെടുന്ന എന്തിനെയാണോ അറിയിക്കുന്നത്, ആ ദുഃഖകരമായ വാർത്ത എന്തോ അത് കൂട്ടി ആ ഷെറിനെ കൂട്ടി പറയാനേ പറ്റുള്ളൂ. അപ്പോഴേ ആ അർത്ഥം മനസ്സിലാക്കാൻ കഴിയുള്ളൂ. അല്ലെങ്കിൽ ബഷീർ എന്നാൽ സന്തോഷവാർത്ത നൽകുക എന്ന് തന്നെയായിരിക്കും അർത്ഥം. മുഖയ്യതായിട്ടേ മറ്റേ അവസ്ഥയിൽ പറയാൻ പാടുള്ളൂ. ഈ അവസ്ഥയിൽ രണ്ട് മുഖയ്യതായിട്ടും പറയാം, മുത്തലഖായിട്ടും പറയാം എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ വേറെ ചില ആളുകളൊക്കെ ആ ളുഹൂർ ഷൈൻ മാ ഹുസ്നിൻ വ ജമാലിൻ, ഒരു സന്തോഷത്തോട് പ്രസന്നമായ ഒരു അവസ്ഥ വരിക എന്നർത്ഥം നൽകിയിട്ടുണ്ട്. അങ്ങനെ വരുമ്പോൾ ചിലപ്പോൾ ഫബശ്ശിർഹും ബി അദാബിൻ അലീം, കടുത്ത ശിക്ഷ കൊണ്ട് അവർക്ക് സുവിശേഷം നൽകുക എന്ന് പറഞ്ഞത് ഏതർത്ഥത്തിൽ അതൊരു പരിഹസിച്ചിട്ടാണ്. അവർക്ക് നൽകാനുള്ള വാർത്ത ഇതാണ്, സന്തോഷ വാർത്ത ഇതാണ് എന്ന് കളിയാക്കി പരിഹസിച്ചുകൊണ്ടുള്ള പ്രയോഗമാണ് അത് എന്നാണ് മറ്റ് പണ്ഡിതന്മാര് പറഞ്ഞു കാണുന്നത്. ഏതായിരുന്നാലും ശരി, സാധാരണ ഉപയോഗം സന്തോഷത്തിലാണ് എന്ന കാര്യത്തിൽ ഈ രണ്ടഭിപ്രായം അനുസരിച്ചും വ്യത്യാസമില്ല. ഇനി നമുക്ക് മനസ്സിലാക്കാനുള്ളത് അവർക്കും എന്തുണ്ട്, സ്വർഗം ഉണ്ട്. ആ സ്വർഗത്തിന്റെ താഴ്ഭാഗത്തിലൂടെ മിൻ തഹ്തിഹ, മിന്നേന് കൂടുതൽ അർത്ഥമില്ലാതെ തെഹ്തഹ എന്ന് മറ്റു പല ആയത്തുകളിലും പറഞ്ഞതുപോലെ
താഴ്ഭാഗത്തിലൂടെ വെള്ളം ഒലിക്കുന്നു, ഹാറുകൾ ഒഴിക്കുന്നു എന്ന അർത്ഥം നൽകിയവരുണ്ട്. അതാണ് അധികവും നൽകിയിട്ടുള്ളത്. താഴ്ഭാഗത്തിലൂടെ അവിടെയുള്ള വീടുകളുടെയും കൊട്ടാരങ്ങളുടെയും ഒക്കെ ഇടയിലൂടെ ഒക്കെ ഇങ്ങനെ എവിടെ വേണമെങ്കിലും ഇങ്ങനെ ഹാറുകൾ ഇങ്ങനെ ഒഴുകുകയാണ് എന്ന് മാത്രമല്ല, സ്വർഗത്തിലെ അരുവികളെ സംബന്ധിച്ച് അത് കിടങ്ങുകളിലൂടെയല്ല പോകുന്നത്, അത് നിരത്തിലൂടെ തന്നെ പോവുകയാണ്. നിരപ്പായ സ്ഥലത്ത് കൂടെ തന്നെ പോകുന്നു. ഒരു നിശ്ചിത പരിധി ഉണ്ടായിരിക്കും, ആ പരിധി അത് വിട്ടുകിടക്കില്ല. അത് സ്വർഗത്തിന്റെ പ്രത്യേകത. ഇവിടെ പരിധി ഇല്ലെങ്കിൽ, വരമ്പില്ലെങ്കിൽ, ഒരു കിടങ്ങ് പോലെ ആക്കിയില്ലെങ്കിൽ, ആ വെള്ളം പോകുന്ന സ്ഥലം ഒരു ലേശം കുഴിയോടുകൂടെ രണ്ട് ഭാഗം രണ്ട് കരലേശം ഉയർന്നു നിന്നില്ലെങ്കിൽ വെള്ളം പുറത്തേക്ക് ഒലിക്കുമല്ലോ. ഇതല്ലേ നമ്മുടെ ഇവിടുത്തെ അവസ്ഥ. എന്നാൽ അവിടുത്തെ അവസ്ഥ അങ്ങനെയല്ല. അവിടെ നിരപ്പായ സ്ഥലത്ത് തന്നെ നമ്മുടെ കാറൊക്കെ പോകുന്നത് പോലെ ഒരു ഭാഗത്തു കൂടെ റോഡ് ഇങ്ങനെ 5-6 ട്രാക്ക് ഉണ്ടെങ്കിലും ഒരു ഭാഗത്തു കൂടെ കാറ് പോകുന്നു, മറ്റേ അപ്പുറത്തേക്ക് ബന്ധിക്കുന്നില്ല. അത് നീക്കിയാലേ നീങ്ങുള്ളൂ എന്നതുപോലെ ഈ മനുഷ്യന്റെ ആവശ്യപ്രകാരം എല്ലാ ഭാഗത്തിലൂടെയും കര കവിയാതെ തന്നെ, കര പ്രത്യേകം നിശ്ചയിക്കാതെ തന്നെ കര കവിയാതെ അത് ആവശ്യത്തിനനുസരിച്ച് ഒഴുകുന്ന അത്ഭുതകരമായ അരുവികളാണ് സ്വർഗത്തിൽ ഉള്ളത് എന്നാണ് പല ആളുകളും പണ്ഡിതന്മാരൊക്കെ പറഞ്ഞു കാണുന്നത്. മറ്റൊരു അർത്ഥം അവിടെ നൽകപ്പെട്ടിട്ടുണ്ട്. സ്വർഗത്തിന്റെ ഒരു പ്രത്യേകത, അത് ആ ഒരു അർത്ഥവും തള്ളിക്കളയാൻ പറ്റില്ല. മിന്നിന്റെ അർത്ഥം തന്നെ നൽകിയിട്ട് മിൻ തഹ്തിഹ, താഴ്ഭാഗത്ത് നിന്ന് ഉത്ഭവിക്കുന്ന അരുവികൾ. ദുനിയാവിന്റെ നേരെ അക്സാണ്, നേരെ എതിരാണ്. ദുനിയാവില് മുകളിൽ നിന്ന് ഉത്ഭവിച്ചിട്ട് താഴോട്ട് ഒഴുകുകയാണ് ചെയ്യുക. എന്നാൽ സ്വർഗത്തിന്റെ അവസ്ഥ അങ്ങനെയല്ല. അവിടുത്തെ ആകർഷണ ശക്തി മറ്റൊരു രൂപത്തിലായതുകൊണ്ട് താഴ്ഭാഗത്ത് നിന്നുണ്ടായും കൊണ്ട് അത് മേലോട്ടൊഴുകുകയാകുന്നു. മേലെ ഇങ്ങനെ അതിന്റെ പല ഘട്ടങ്ങളും പല അവസ്ഥകളും സ്വർഗത്തിനുണ്ട്. ആ അവസ്ഥ പല ഉന്നതമായ പദവികളും പല ഉന്നതമായ ദറജകളും ഉണ്ടല്ലോ, ഇങ്ങനെ ഉയരങ്ങളിലായിട്ട്. അവിടേക്കൊക്കെ അങ്ങോട്ടാണ് ഒഴുകുന്നത്. പക്ഷെ അതിന്റെ ഉത്ഭവം താഴ്ഭാഗത്ത് നിന്നാകുന്നു. താഴ്ഭാഗത്ത് നിന്ന് ഉത്ഭവിച്ചുകൊണ്ട്, അപ്പൊ മിന്നിന് അവിടെ ഇബ്തിദായിന്റെ അർത്ഥം തന്നെ കൊടുക്കുക. മിന്ന് അവിടെ മുതൽക്ക് എന്നുള്ള അർത്ഥം. ആ താഴ്ഭാഗത്ത് നിന്ന് ഉത്ഭവിച്ചുകൊണ്ട്, അത് സ്വർഗത്തിന്റെ ഒരു പ്രത്യേകതയാണ്. അപ്പൊ താഴ്ഭാഗത്ത് നിന്ന് ഉത്ഭവിച്ച് താഴ്ഭാഗത്ത് തന്നെ ഒഴുകുന്ന ഹാറുകളുമുണ്ട്. അതാണ് തഹ്തഹ എന്ന് മിന്നില്ലാതെ ചില സ്ഥലത്ത് പറഞ്ഞത്. എന്നാൽ താഴ്ഭാഗത്തു നിന്ന് ഉത്ഭവിച്ച് മേലോട്ടൊഴുകുന്ന പുഴകളും അവിടെയുണ്ട്. അത് അതിന്റെ അവിടുത്തെ ഒരു പ്രത്യേകതയാകുന്നു എന്ന രൂപത്തിലും ചില പണ്ഡിതന്മാര് അർത്ഥം നൽകിയിട്ടുണ്ട്. അങ്ങനെയൊക്കെ ആവാം. അതായത് സ്വർഗത്തെ സംബന്ധിച്ച് പറയുമ്പോൾ നമുക്ക് അതിന്റെ യഥാർത്ഥ രൂപം എന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടെ ഇങ്ങനെ ഊഹിക്കാനേ കഴിയൂ. എന്നാൽ അതിന്റെ ഒക്കെ അപ്പുറം എന്തൊക്കെയോ ആണ് സ്വർഗം എന്ന കാര്യത്തിൽ സംശയമില്ല. പിന്നെ അവിടെ നമ്മൾ പറഞ്ഞത്, അവിടെ സ്വർഗത്തില് അവർക്ക് ഭക്ഷണം ഉണ്ട്. അവർക്ക് എന്തൊരു സമറത്തിന് നൽകപ്പെട്ടാലും അവര് പറയും, ഭക്ഷണമായി അവർക്ക് എന്തൊന്നിനെ നൽകപ്പെട്ടാലും അവർ പറയും, എന്തെന്ന്, ഹാദല്ലദീ റുസിഖ്നാ മിൻ ഖബൽ, ഇത് തന്നെയാണല്ലോ നമുക്ക് മുമ്പ് നൽകപ്പെട്ടത് എന്ന് പറയും എന്ന്. എന്താണ് അതിന്റെ അർത്ഥം? അത് ഒരു പ്രത്യേകമായി മനസ്സിലാക്കേണ്ട ഒരു ആയത്താണ്. പ്രത്യേകമായി മനസ്സിലാക്കേണ്ട ഒരു ആയത്തിന്, എല്ലാ ആയത്തും അങ്ങനെ തന്നെയാണെങ്കിലും അവിടെ അതുകൊണ്ട് ഉദ്ദേശിച്ചത് എന്താണ്? എന്നിട്ട് പിന്നെ അള്ളാഹു പറയുന്നു ഉതൂബിഹി മുതശാബിഹ, അവർക്ക് പരസ്പരം ഈ റിസ്കിന് നൽകപ്പെട്ടത് പരസ്പരം സദൃശ്യമായ നിലയിലാകുന്നു. അപ്പോ അവർക്ക് ആദ്യം ഉതൂബിഹി മുതശാബിഹ എന്നതിന് നമുക്ക് അർത്ഥം വ്യാഖ്യാനം നൽകാം. അതിനുശേഷം അതിന് മുമ്പ് പറഞ്ഞ കാര്യത്തെ മനസ്സിലാക്കാൻ എളുപ്പമുണ്ടാവും. അവർക്ക് ഈ റിസ്കിന് മുതശാബിഹ എന്ന നിലയിൽ സാദൃശ്യമായ രൂപത്തിലാണ് നൽകപ്പെട്ടത് എന്ന് പറഞ്ഞു. എന്താണ് അതിന്റെ അർത്ഥം? സ്വർഗത്തിലുള്ളത് മുഴുവനും ആഗ്രഹിക്കപ്പെടുന്നതും താല്പര്യപ്പെടുന്നതുമാണ്. ഒന്നും എന്തില്ല, വേണ്ട എന്ന് വെക്കുന്ന, അതിനെ അവഗണിക്കുന്ന ഒന്ന്, എന്തെങ്കിലും ഒരു റദാലത്തിന്റെ പേരിൽ, ഒരു കുറവിന്റെ പേരിൽ അവഗണിക്കപ്പെടുന്ന ഒരു സംഗതി സ്വർഗത്തിലില്ല. വളരെ ശ്രദ്ധിക്കണം. ഇവിടെ എന്തിനാണ് ആ പറഞ്ഞത്? നിങ്ങൾക്ക് അവിടെ സ്വർഗത്തിൽ അവർക്ക് ഭക്ഷണം നൽകപ്പെട്ടാൽ, ഒരു പഴം നൽകപ്പെട്ടാൽ, അവര് പറയും ഇതന്നല്ലേ നേരത്തെ കിട്ടിയത് എന്ന് പറയും. അവർക്ക് അതിനെ സദൃശ്യമായി നൽകപ്പെട്ടു എന്നുമാണ് പറയുന്നത്. എന്താണ് ഇതിന്റെ അർത്ഥം? ഇതിന്റെ ബാഹ്യമായ അർത്ഥമാണ് ഇപ്പൊ ഈ പറയുന്നത് കേട്ടോ. ഇതിന്റെ അർത്ഥം എന്താണ്? ഇപ്പൊ രാവിലെ അവർക്ക് ഒരു ഫ്രൂട്ട് നൽകപ്പെട്ടാൽ
പിന്നീട് അവർക്ക് രണ്ടാമത് പിന്നീട് ഉച്ച സമയത്തോ അല്ലെങ്കിൽ അവർക്ക് പിന്നെ ആവശ്യമാവുന്ന മറ്റൊരു സമയത്തോ അവർക്ക് മറ്റൊരു ഫ്രൂട്ട് നൽകപ്പെടുകയാണ്. ഈ നൽകപ്പെടുമ്പോ ഇതിന് കിട്ടുമ്പോ അവർ പറയുന്നു, ഇതന്നല്ലേ നേരത്തെ കഴിച്ചത് എന്ന് പറയാം. നേരത്തെ കഴിച്ചത് ഇത് തന്നെയാണല്ലോ എന്ന് അവര് പറയുന്നതാണ് ഈ പറയുന്നത്. അപ്പൊ അതിന്റെ അർത്ഥം എന്താണ്? സ്വർഗത്തിൽ ഉള്ള ഫ്രൂട്ട്സുകളെല്ലാം അല്ലെങ്കിൽ അവിടെയുള്ള ഭക്ഷണ പദാർത്ഥങ്ങളെല്ലാം പരസ്പരം സാമ്യമായതാകുന്നു, പരസ്പരം സാമ്യമായ രൂപത്തിൽ. എന്നാൽ അതിന്റെ തൊഴമിലും അതിന്റെ ഫലങ്ങളിലും അതിന്റെ വാസനയിലും അതിന്റെ എല്ലാറ്റിലും അത് വ്യത്യാസവും ഉണ്ട് താനും. ഇതാണ് സ്വർഗത്തിലെ അവസ്ഥ. ഇത് തന്നെയാണല്ലോ മുമ്പ് നൽകപ്പെട്ടത് എന്ന് പറയുന്നത് എന്താണ് പറയുന്നത്? അത് തഅജ്ജുബിന്റെ രൂപത്തിലാണ്. യതഅജ്ജബൂന, അവർ അത്ഭുതപ്പെടുകയാണ്. എന്താണ് അങ്ങനെ അത്ഭുതപ്പെടുന്നത്? അത്ഭുതപ്പെടേണ്ടി വരുന്നത് എന്തുകൊണ്ടാ? ഒരേ രൂപത്തിൽ നൽകപ്പെടുന്ന ഭക്ഷണം, ഒരേ രൂപത്തിൽ നൽകപ്പെടുന്ന പഴം, ഒരേ രൂപം ആണ് കാണുന്നത്. പക്ഷെ കഴിച്ചു നോക്കുമ്പോൾ നേരത്തെ കഴിച്ച രുചിയല്ല, മറ്റെന്തൊക്കെയോ അവർക്ക് അനുഭവപ്പെടുകയാണ്. അതിന്റെ രുചിയിലും റായിഹത്തിലും ഒക്കെ വളരെ വ്യത്യാസം, വളരെ മുഖ്തലിഫുൻ തമാമൻ. അതാണ് ഇമാം ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹും മറ്റും ഒക്കെ അത് പറഞ്ഞിട്ടുണ്ട്. പൂർണ്ണമായും നേരത്തെ നിന്ന് വ്യത്യാസമായ രൂപത്തിലാണ് ഉള്ളത്. എന്നാലോ കാഴ്ചക്ക് ഇതും. അതാണ് അത്ഭുതത്തിൽ പറയുന്നത്. പടച്ചോനെ, ഇതന്നല്ലേ നേരത്തെ നമുക്ക് കിട്ടിയത്, അല്ലാതെ പറയുന്നതിന് എന്താ അർത്ഥമുള്ളത്? ഇതന്നെയല്ലേ നേരത്തെ നമുക്ക് കിട്ടിയത്, പക്ഷെ അതുമായിട്ടൊരു ബന്ധമില്ലല്ലോ എന്നാണ്. ഇത് തന്നെയാണല്ലോ നമുക്ക് നേരത്തെ കിട്ടിയത്, അതന്നെയല്ലേ നമ്മൾ കഴിച്ചത്, പക്ഷെ അതുമായിട്ട് യാതൊരു ബന്ധവും ഇല്ലല്ലോ, അതിന്റെ രുചിയും ഇതിന്റെ രുചിയും തമ്മിൽ വളരെ വ്യത്യാസം ഉണ്ടല്ലോ എന്ന രൂപത്തിൽ, അത്ഭുത രൂപത്തിൽ അവർ പറയും എന്നാണ്. അതാണ് അതിന്റെ ഒരർത്ഥം. അങ്ങനെ വരുമ്പോ പിന്നെ എന്തിനാണ് അങ്ങനെ രൂപത്തിൽ വ്യത്യാസപ്പെടുത്താതെ കൊടുക്കുന്നത്? രൂപത്തില് അതിന്റെ തൊഴമിലും അതിന്റെ ഫലങ്ങളിലും അനുഭൂതിയിലും ഒക്കെ വ്യത്യാസമുണ്ട്. പിന്നെ എന്തിനാണ് ഒരേ രൂപത്തിൽ തന്നെ മുതശാബിഹായിട്ട് കൊടുക്കുന്നത്? അത് ആ സ്വർഗത്തിന്റെ ഒരു മഹത്വമാണ്. രണ്ട് മൂന്ന് തരത്തിലാകുമ്പോൾ നമ്മൾ ഇഖ്തിയാർ ചെയ്യാൻ, ഒന്നിനെ ഇതിനേക്കാൾ മറ്റൊന്നിനെ പ്രത്യക്ഷത്തിൽ ഇഖ്തിയാർ ചെയ്യാനുള്ള അവസ്ഥ ഉണ്ടാകണം. അപ്പൊ ഒന്ന് അലയും നമ്മുടെ സ്വർഗവാസികൾക്ക് ഒന്ന് ഇഷ്ടപ്പെട്ടതും ഒന്ന് ഇഷ്ടപ്പെടാത്തതും ആകുന്ന, പ്രത്യക്ഷത്തിൽ അങ്ങനെ ആകുന്ന അവസ്ഥ വരികയാണ്. അതുപോലും സ്വർഗത്തിൽ ഉണ്ടാവാൻ പാടില്ല എന്നാണ്. അത് ദുനിയാവിലാണ്. ഒന്ന് അറുതലും ഒന്ന് അലയുമാകുന്ന ഒരവസ്ഥ സ്വർഗത്തിലില്ല. ഒന്ന് അറുതലും, ഓരോരുത്തർക്ക് കിട്ടുന്ന ദറജയിൽ വ്യത്യാസം ഉണ്ടാവും. ആ കിട്ടിയ ദറജയിൽ പിന്നെ അവർക്ക് കിട്ടുന്ന അനുഭൂതികൾ, ഈ അനുഭൂതികൾ ഒന്നെടുത്ത് മറ്റതിനെ തള്ളേണ്ടുന്ന ഒരു അവസ്ഥ സ്വർഗത്തിൽ ഉണ്ടാവുകയില്ല. അതിനുവേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല എന്തൊന്നും നൽകും? രൂപത്തിലൊന്നാണ്. ഇതിനെ സെലക്ട് ചെയ്ത് മറ്റത് ഒഴിവാക്കുമ്പോ അതിനെ അവഗണിക്കുന്ന ഒരു അവസ്ഥ വരിക. സ്വർഗത്തിനെ സംബന്ധിച്ചിടത്തോളം അവഗണിക്കപ്പെടാവുന്ന ഒന്നും തന്നെ സ്വർഗത്തിലില്ല എന്നർത്ഥം. മനസ്സിലായോ? അവഗണിക്കപ്പെടാവുന്ന ഒന്നും തന്നെ സ്വർഗത്തിലില്ല എന്നർത്ഥം. അതിനുവേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല ആ രൂപത്തിൽ കണ്ടാൽ ഒക്കെ ഒരുപോലെ, എന്നാൽ അതുകൊണ്ട് ഇവർക്ക് വല്ല വിഷമമുണ്ടോ? ഇല്ല. എല്ലാ അർത്ഥത്തിലും മാറ്റവും ഉണ്ട്, മുഖ്തലിഫുൻ. അതാണ് അത്ഭുതത്തിൽ പറയുന്നത്. പടച്ചോൻ ഇതന്നല്ലേ നമ്മൾ നേരത്തെ കഴിച്ചത് എന്നാണ്. ഇനി അവിടെ മറ്റൊരർത്ഥം, ഉത്തൂബിഹി മുത്തശാബിഹ. അപ്പൊ മുത്തശാബിഹ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? തശാബുഹ് എവിടെയാണുള്ളത്? തശാബുഹ് എവിടെയാണുള്ളത്? തശാബുഹുള്ളത് ഈ സ്വർഗത്തിലെ പഴങ്ങൾ തമ്മിലാണ്. സ്വർഗത്തിലെ പഴങ്ങൾ തമ്മിലാണ്, സ്വർഗത്തിലെ ഫ്രൂട്ടുകൾ തമ്മിലാണ് വ്യത്യാസമുള്ളത്, അല്ല പരസ്പരം യോജിപ്പുള്ളത്. എന്നാൽ മുത്തശാബിഹിന് മറ്റൊരർത്ഥം നൽകപ്പെട്ടിട്ടുണ്ട്. മറ്റൊരർത്ഥം നൽകപ്പെട്ടത് മുത്തശാബിഹ് എന്ന് പറഞ്ഞാൽ ഈ സ്വർഗത്തിലുള്ളതിനെ ദുനിയാവിലുള്ള ഫ്രൂട്ടുകളോട്, അവിടെയുള്ള വസ്തുക്കളോട് സാമ്യമായ രൂപത്തിലാണ് അവർക്ക് കൊടുത്തത് എന്ന്. അതുകൊണ്ട് അവര് പറയുക, അവര് തിന്നോക്കുമ്പോ ആപ്പിളാണ് കിട്ടുന്നത്. തിന്നോക്കുമ്പോ ദുനിയാവിൽ തിന്ന ആപ്പിളൊന്നുമല്ല, അതിന്റെ രുചിയും, അതുകൊണ്ട് രുചി എന്ന് നമ്മൾ പറഞ്ഞാൽ പറ്റില്ല അതിനൊന്നും. അതുകൊണ്ട് കിട്ടുന്ന അവർക്കുള്ള റൗക്ക്, അതിന്റെ അനുഭൂതി, അതിന്റെ ആനന്ദം, അത്
മറ്റൊരു അവസ്ഥയാണ്. അപ്പോഴാണ് അവര് പറയുന്നത്, പടച്ചോനെ ദുനിയാവിൽ നമ്മൾ തിന്ന ആപ്പിൾ തന്നെയല്ലത് എന്ന് ഓരോ സമയത്തും കുല്ലമാ റുസിഖു അവർക്ക് കിട്ടുമ്പോഴൊക്കെ പറഞ്ഞു പോകും. ആ വിധത്തിൽ അത്ഭുതകരമായ ഒരു അവസ്ഥയിലാണ് അള്ളാഹു അവർക്ക് നൽകുന്നത് എന്ന് മനസ്സിലായോ? അത്ഭുതകരമായ അവസ്ഥയിലാണ് നൽകുന്നത്. ആദ്യത്തെ ദുനിയാവിൽ, അപ്പൊ മിൻ ഖബലു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം കുറച്ചു മുമ്പ് എന്നല്ല, ദുനിയാവിൽ മുമ്പ്, പണ്ട്, നമ്മുടെ മരണത്തിന്റെ മുമ്പ് ദുനിയാവിൽ നമ്മൾ കഴിച്ചു തന്നെയാണല്ലോ എന്ന്. എന്നിട്ട് അള്ളാഹു പറയാണ് അതിനോട് സാമ്യമായത് തന്നെയാണ് ഇവിടെ അവർക്ക് നൽകപ്പെട്ട, സാമ്യമായ രൂപത്തിലാണ് അള്ളാഹു അവർക്ക് ഇത് നൽകിയത് എന്നാണ്. ഇവിടെ വളരെ ഗഹനമേറിയ ഒരു വിഷയം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. പരിശുദ്ധ ഇസ്ലാമിനെ ശത്രുക്കൾ ആക്ഷേപിക്കുന്ന ഇസ്ലാമിന്റെ വൈരികൾ, വിശിഷ്യ ക്രിസ്ത്യാനികളും അതുപോലെ നിരീശ്വരവാദികളും യുക്തിവാദികളും ഒക്കെ ആക്ഷേപിക്കുന്ന ഒരു രംഗം ഉണ്ട്. ഇസ്ലാമിലെ സ്വർഗം ഒരു വേശ്യാലയം ആണ് എന്ന് അവർ ആക്ഷേപിക്കും. വലഹും ഫിഹ അസ്വാജ് മുതഹറ, അവർക്ക് ഇണകളായ ഭാര്യമാരുണ്ട്, ഇണകൾ ഉണ്ട് എന്ന് പറയുന്നു. ചില ആളുകൾ കാര്യം മനസ്സിലാക്കാതെ തെറ്റിദ്ധരിച്ചുകൊണ്ട് പലതും എഴുതിവിട്ടിട്ടുമുണ്ട്. ക്രിസ്ത്യാനികൾ പ്രത്യേകമായും അവരുടെ പല പുസ്തകങ്ങളിലും അവരുടെ ഖണ്ഡനങ്ങളിലും ഒക്കെ പറയുന്ന ഒരു വിഷയമാണ്, വെറും മുസ്ലിം സ്വർഗം എന്ന് പറഞ്ഞാൽ അതൊരു കള്ള് കുടിച്ച്, അവിടെ കള്ളുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, കള്ള് കുടിച്ച് വ്യഭിചരിച്ച് ഇങ്ങനെ എന്നാ പിന്നെ അത് ദുന്യാവിലുണ്ടാ അനുവദിച്ചാ പോരെ. വാസ്തവത്തിൽ സ്വർഗം എന്ന് പറഞ്ഞാൽ അതൊന്നല്ല, അത് ആത്മീയ അനുഭൂതിയാണ് സ്വർഗം. ആ ദൈവത്തിനെ കാണലാണ് സ്വർഗം, ദൈവത്തിനുമായിട്ടുള്ള ബന്ധപ്പെടലാണ് സ്വർഗം, അവന്റെ സാമീപ്യത്തിൽ ജീവിക്കുക, അതാണ് സ്വർഗം, മറ്റതല്ല. അതുകൊണ്ട് ഞങ്ങൾ അതിന് യാതൊലയും വിൽക്കുന്ന മുസ്ലിം സ്വർഗമെങ്കിലോ വെറും ഭൗതികമായ ആഡംബരങ്ങളാണ്. ഈ കുറെ പെണ്ണുണ്ട്, കുറെ കള്ളുണ്ട്, കുറെ തേനുണ്ട്, ഇതൊക്കെ പറഞ്ഞിട്ടാണ് മുഹമ്മദ് ആകർഷിച്ചത് എന്നൊക്കെ പറഞ്ഞിട്ട് പരിശുദ്ധ ഇസ്ലാമിനെ പരിഹസിക്കുന്ന ഒരു സ്വഭാവം അവർക്ക് കാണാൻ കഴിയും. എന്നാൽ ആദ്യമായി നമ്മൾ മനസ്സിലാക്കേണ്ടത്, അവിടെ അവരാ പറയുന്നതിൽ അവർക്ക് യാതൊരു പിടിച്ചു നിൽക്കാനുള്ള യാതൊരു യോഗ്യതയും അവർക്കില്ല. കാരണം അവരുടെ ഗ്രന്ഥങ്ങൾ പരിശോധിച്ചാലും ഇങ്ങനെയുള്ള ഭൗതികമായ ആഡംബരങ്ങളെ സംബന്ധിച്ച്, ആ രൂപത്തിലുള്ള സ്വർഗത്തെ സംബന്ധിച്ചുള്ള പരാമർശങ്ങൾ അവരുടെ ഗ്രന്ഥത്തിലും ചുരുങ്ങിയാണെങ്കിലും ഉണ്ട്. തീരല്ലെങ്കിൽ ചുരുങ്ങിയാണെങ്കിലും ഉണ്ടാവാൻ പാടില്ലല്ലോ, ഉണ്ട്. അത് നിഷേധിക്കാൻ കഴിയില്ല അവർക്കാർക്കും. അത് പല, പ്രത്യേകിച്ച് ആദം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ സിഫ്റു തക്വീൻ എന്ന് പറയുന്ന സിഫ്റു തക്വീൻ എന്ന് പറഞ്ഞാല് ഉൽപ്പത്തി പുസ്തകം, ഇവരുടെ ബൈബിളിന്റെ ഉൽപ്പത്തി പുസ്തകത്തില്, ഉൽപ്പത്തി എന്ന് പറഞ്ഞാല് ഹൽക്ക് ആണ് ഉൽപ്പത്തി എന്ന് പറയുന്നത്. ഈ ഉൽപ്പത്തി പുസ്തകത്തില് ബഹുമാനപ്പെട്ട ആദം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെയും ഹവ്വാ ബീവിയുടെയും ചരിത്രമൊക്കെ വിശദീകരിക്കുന്നുണ്ട്. ഒരു മിനിറ്റ്, നാട്ടിൽ നിന്നൊരു കോളാണ്. മുജീബോ, മജീദുമാണ്. ഒന്ന് ഇതെന്താ കട്ടായില്ല, മ്യൂട്ടാക്കി. ഞാൻ മൈക്ക് റിലീസാക്കിയതിന്റെ അപ്പൊ ഇതൊക്കെ പറഞ്ഞു കേട്ടോ, ഞങ്ങൾ ക്ഷമിക്കണേ. മൈക്ക് റിലീസാക്കുന്നതിന് പകരം മ്യൂട്ടാക്കിയിട്ടാണ് സംസാരിച്ചത്. സുഹൃത്തുക്കളെ, എന്താ പറയുന്നത്, സിഫ്റു തക്വീൻ എന്ന് പറഞ്ഞാല് ഉൽപ്പത്തി പുസ്തകം. ഇതില് ആദം അലൈഹിസ്സലാത്തു വസ്സലാമും ഹവ്വാ ബീവിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വിശദീകരിക്കുന്നുണ്ട്. ആ വിശദീകരിക്കുന്നിടത്തൊക്കെ ഈ പുഴകളും ഈ ഭൗതിക സുഖങ്ങളും ഈ ശാരീരിക സുഖങ്ങളും ഭക്ഷണങ്ങളും ഫ്രൂട്ടുകളും ഒക്കെ ഉള്ള
ആ തരത്തിലുള്ള ഒരു സ്വർഗത്തെ തന്നെയാണ് അവിടെ പരിചയപ്പെടുത്തുന്നത്. അതിൽ യാതൊരു സംശയവുമില്ല. ബഹുമാനപ്പെട്ടവര് അവിടെ ഭക്ഷണം കഴിക്കാറുണ്ടായിരുന്നു, കുടിക്കാറുണ്ടായിരുന്നു, ഭാര്യയുമായി ബന്ധപ്പെടാറുണ്ടായിരുന്നു എന്നൊക്കെ അതിൽ കാണാം. എന്നാൽ പിന്നെ ബൈബിളിൽ തന്നെ മാർക്കോസ് എന്ന് പറയുന്ന ഒരു പുസ്തകമുണ്ട്. അതില് അയാൾ എഴുതിയത്, അതില് ഈസ അലൈഹി സ്വലാത്തു വസ്സലാം തന്നെ പറഞ്ഞിട്ടുണ്ട് എന്തെന്ന്, ഞാൻ സത്യം പറയട്ടെ. എന്താ പറയുന്നത്? ഞാൻ ഈ കള്ള്, ഈ മുന്തിരിയുടെ ഈ ചാറിനെ, അതിന്റെ മുന്തിരിയിൽ നിന്ന് ലഭിക്കുന്നതാണല്ലോ ഈ കള്ള്, എന്തിനു വേണ്ടി? അതിനെ പുതിയ നല്ല ഫ്രഷായിട്ട് മലക്കൂത്തുള്ള അള്ളാഹുവിന്റെ ആ തിരുസന്നിധിയിൽ വെച്ച് കുടിക്കാൻ വേണ്ടിയിട്ട്, ആ സ്വർഗത്തിൽ കുടിക്കാൻ വേണ്ടിയിട്ട്. അത് ഈസ അലൈഹി സ്വലാത്തു വസ്സലാം തന്നെ പറഞ്ഞത് അവരുടെ ബൈബിളുകളിൽ കാണാം. ഇത് നമ്മുടെ പ്രവർത്തകര് നമ്മുടെ ഇതുമായി ബന്ധപ്പെട്ട് കുറച്ചൊക്കെ ഒന്ന് മനസ്സിലാക്കിയിരിക്കുന്നത് നല്ലതാണ്. കാരണം എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ, ഇതൊക്കെ സാധാരണ ഇപ്പൊ ഞാൻ മുന്നൊരിക്കൽ യാദൃശ്ചികമായ ഒരു ക്ലാസ് റൂമിൽ ഈ ഫിത്നക്കാരുടെ ക്ലാസ് റൂം ഉണ്ടല്ലോ, ഒരു ദിവസം ഞാൻ അതിലിങ്ങനെ പോയ സമയത്ത് ഒരുത്തൻ ഈ വിഷയമാണ് വല്ലാതെ മുസ്ലിമാണ് സംസാരിക്കുന്നത്. പക്ഷെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ എടുത്തിട്ട് ഒരുപാട് ഖുർആന്റെ ആയത്തുകൾ എടുത്തിട്ട് ഇങ്ങനെ എന്തൊക്കെയോ ചോദിക്കുന്നുണ്ട്. എന്നാൽ അതിനനുസരിച്ചൊരു മറുപടി നൽകാൻ അവിടെ അത് ഈ മറ്റത് സാധുക്കളെ അങ്ങനെയായിട്ട് സ്വീപ്പാക്കാനല്ലേ ഇവർക്ക് കഴിയുള്ളൂ. ആ അർത്ഥത്തിൽ ഉള്ള ഒരു മറുപടി വേണ്ട പോലെ നൽകാൻ കഴിയാത്തൊരവസ്ഥ, എനിക്ക് ഇടപെടാനായിട്ട് കഴിയില്ലേനും അങ്ങനത്തെ ഒരു സാഹചര്യം ഞാൻ മുന്നേ കേട്ടിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ടതാണ് മാർക്കോസ് പുസ്തകം 14:25 ഇങ്ങനെ തന്നെ കാണുന്നുണ്ട്, ഞാൻ സത്യം പറയട്ടെ. ഇതിന്റെ വാക്കുകൾ അത് നിങ്ങൾ പരിശോധിക്കുക. ഞാൻ അറബി പുസ്തകങ്ങളിൽ നിന്ന് എടുത്ത് കോട്ട് ചെയ്തിട്ടാണ് പറയുന്നത്. അതിൽ പറയുന്നത് അൽ ഹഖ് അഖൂലു ലക്കും ഇന്നി ലാ അശ്റബു ബഅദു മിൻ താജിൽ കിർമ. ഈ മുന്തിരിച്ചാറിൽ നിന്ന് ഞാൻ ഇനി കുടിക്കുകയില്ല. കാരണം എന്തിന്? ഇലാ ദാലികൽ യൗമി ഹീനമാ അശ്റബുഹു ജദീദൻ ഫീ മലക്കൂത്തില്ലാഹ്. അള്ളാഹുവിന്റെ മലക്കൂത്തിൽ നിന്ന് ആ സന്നിധിയിൽ വെച്ചുകൊണ്ട് കുടിക്കാൻ വേണ്ടി ഞാൻ ഇതിനെ ഇപ്പോൾ കുടിക്കുകയില്ല എന്ന് പറയുകയാണ്. അതുപോലെ ലൂക്കയുടെ ഇഞ്ചിയിൽ കാണാം, ബൈബിളിൽ കാണാം, വഅന അജ്അലു ലക്കും കമാ ജഅല ലി അബി മലക്കൂതൻ. ഞാൻ നിങ്ങൾക്ക് മറ്റൊരു ഞാൻ നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്യുന്നു. എനിക്ക് എന്റെ എന്റെ പിതാവ്, അഥവാ പിതാവ് എന്ന് പറഞ്ഞാൽ അള്ളാഹു എനിക്ക് വാഗ്ദാനം ചെയ്തിട്ടുള്ളതുപോലെ. എന്തിനാണത്? ലിതഅകുലു വതശ്റബു അലാ മാ ഇഖ്ദതി ഫി മലക്കൂതി. അവിടെ നിങ്ങൾ തിന്നുകയും കുടിക്കുകയോ ഒക്കെ ചെയ്യാന് എന്നാണ്. മനസ്സിലായോ? നിങ്ങൾ തിന്നും കുടിക്കുകയൊക്കെ ചെയ്യാം. അപ്പൊ തിന്നാ കുടിക്കുക എന്നുള്ള പരിപാടിയൊന്നും അവിടെ ഇല്ല. അവിടെ ആത്മീയമായ സുഖങ്ങളാണ് സ്വർഗത്തിൽ യഥാർത്ഥത്തിലുള്ളത്. അതാണ് ഈസ പഠിപ്പിച്ചത്. അതുകൊണ്ട് അതാണ് യഥാർത്ഥത്തിലുള്ള അനുഭൂതി. ഈ പറയുന്നതൊക്കെ വെറുതെയാണ് എന്ന് ഉള്ള രൂപത്തിൽ, അങ്ങനെയാണെങ്കിൽ അത് ഇവിടെ തന്നെ അനുവദിച്ചാൽ പോരെ എന്നൊക്കെയുള്ള രൂപത്തിൽ എന്ത് ചെയ്യുന്നു? അവർ വിമർശിക്കാറുണ്ട്. അവർക്ക് ഒറ്റവാക്കിൽ നമുക്ക് മനസ്സിലാക്കാനുള്ളതാണിത്. ഒറ്റവാക്കിൽ നമുക്ക് ഈ ഒറ്റയടിക്ക് അതിന് മറുപടി നൽകാം. കാര്യങ്ങൾ അവർക്ക് പറയാനില്ല. പിന്നെ ഒന്നും അത് പുരുഷന്മാർക്കാണല്ലോ സ്വർഗ ഗുണം പറഞ്ഞത് എന്നുള്ള ഒരു സ്വഭാവം, അത് ആ ഒരു സംശയം എന്നുള്ള ഒരു സംശയം, അത് ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത് തന്നെ ഉമ്മു അമാറത്തുൽ അൻസാരി റളിയല്ലാഹു തആല മാ അറാ കുല്ലി ഷൈഇൻ ഇല്ലാ ലിർരിജാൽ, നബിയെ എല്ലാ കാര്യം പുരുഷന്മാർക്കാണല്ലോ കാണുന്നത്, പെണ്ണുങ്ങളെ കൂടുതലൊന്നും പറഞ്ഞു കാണുന്നില്ലല്ലോ എന്ന് പറഞ്ഞു. അപ്പോ റസൂലുള്ള കാര്യമായൊന്നും മറുപടി നൽകില്ല. അതിനുശേഷമാണ് ആയത്തിറങ്ങിയത് ഫനസല ഖൗലുല്ലാഹി തആല, അല്ലാഹുവിന്റെ ഖൗൽ, ഇന്നൽ മുസ്ലിമീന വൽ മുസ്ലിമാത്തി വൽ മുഅ്മിനീന വൽ മുഅ്മിനാത്തി വൽ ഖാനിതീന വൽ ഖാനിതാത്തി വസ്സാദിഖീന വസ്സാദിഖാത്തി. എല്ലാ വിഷയത്തിലും സ്ത്രീകളെയും കൂട്ടി പറഞ്ഞുകൊണ്ട് മുസ്ലിമീൻ മുസ്ലിമാത്ത്, മുഅ്മിനീന മുഅ്മിനാത്ത്, ഖാനിതീന ഖാനിതാത്ത്, സാദിഖീന സാദിഖാത്ത് എന്ന് തുടങ്ങി അവസാനം വദ്ദാകിരീന അല്ലാഹ കസീറൻ വദ്ദാകിറാത്ത് അഅദ്ദല്ലാഹു ലഹും മഗ്ഫിറതൻ വഅജ്റൻ അളീമ എന്ന് പ്രത്യേകം തന്നെ എടുത്തു പറയുകയുണ്ടായി. മാത്രമല്ല മറ്റു പല ആയത്തുകളും മിൻ ദക്രിൻ ഔ ഉൻസ എന്ന് തുടങ്ങിക്കൊണ്ടുണ്ടായി. എന്നാൽ ഈ ഇവരുടെ ബൈബിളുകൾ പരിശോധിച്ചാലോ അതിൽ നേരെ മറിച്ചാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അവിടെ പിന്നെ പല ബൈബിളുകളിലും, പ്രത്യേകിച്ച്
ഇവർ വിവാഹത്തെ നിരുത്സാഹപ്പെടുത്തുന്ന ആളുകൾ ബൈബിളുകൾ അതൊക്കെ പരിശോധിച്ചാൽ കാണാം, സ്ത്രീകളെ സംബന്ധിച്ച് യാതൊരു ചർച്ചയും അവിടെ ഇല്ല എന്ന് മാത്രമല്ല, അതിലെ ഒന്നിൽ പറയുന്ന ഒരു കഥയുണ്ട്, ഒരു ബൈബിളിൽ പറയുന്ന ഒരു കഥയുണ്ട്. എന്താണ്? ഞാനിങ്ങനെ നോക്കി, ഈസാ അലൈഹി സ്വലാത്തു വസ്സലാം പറയാം, അവിടെ നോക്കിയപ്പോ ഒരു ആട് ഇങ്ങനെ പോകുന്നു. ആ ആടിന്റെ കൂടെ എത്ര 1,44,000 പുരുഷന്മാരുണ്ട്. പിതാവിന്റെ പേര് അവരുടെ കൂടെ എഴുതപ്പെട്ടിരിക്കുന്നു. അവിടെ ഖറൂഫ് എന്ന് പറയുന്നത് റബ്ബാണ്, അവരുടെ റബ്ബിനെയാണ് ഉദ്ദേശിക്കുന്നത്. ആ റബ്ബിന്റെ കൂടെ 1,44,000 പുരുഷന്മാരുണ്ട് എന്ന്. അപ്പോ ശബ്ദം കേട്ട വീണകൾ ശ്രവിക്കാൻ, പാട്ടുകൾ കേൾക്കാൻ കഴിഞ്ഞു, ചില താളങ്ങൾ കേൾക്കാൻ കഴിഞ്ഞു. അപ്പോൾ അത് ആർക്കും തന്നെ പറയാൻ കഴിഞ്ഞില്ല. ഈ പറഞ്ഞ 1,44,000 ആളുകളുണ്ടല്ലോ, ഈ ആളുകള് റബ്ബിന്റെ കൂടെയുണ്ട്. അങ്ങനെ അർശിൽ നിന്ന് ഇത് കേട്ടപ്പോ ഇത് ഏറ്റുപാടാൻ ആർക്കും കഴിഞ്ഞില്ല, ഈ കൂടെയുള്ള 1,44,000 ആളുകൾക്കൊഴികെ. കാരണം എന്തുകൊണ്ട്? അവരിൽ അന്നഹും ലം യൻജുസു ബിന്നിസാഇ, സ്ത്രീ വിവാഹം കഴിച്ചിട്ടില്ല, പെണ്ണുങ്ങളായിട്ട് ബന്ധപ്പെട്ടിട്ടില്ല, പെണ്ണുങ്ങളായിട്ട് തൊട്ടിട്ട് നജസായിട്ടില്ല. ആ നജസാവാത്ത ആളുകൾക്ക് മാത്രമേ അത് അനുഭവിക്കാൻ കഴിഞ്ഞുള്ളൂ, ഏറ്റുപാടാൻ കഴിഞ്ഞുള്ളൂ എന്നാണ്. അപ്പോ അവരുടെ കൂടെ ഒരൊറ്റ പെണ്ണില്ല. മാത്രമല്ല, പെണ്ണുങ്ങളുമായി ബന്ധപ്പെടുന്നതിന് നജസായിട്ട് കാണുന്നു. അപ്പോ അപ്പൊ ഒന്നുകിൽ തീരെ സ്വർഗത്തിൽ സ്ത്രീകൾ ഇല്ല എന്നോ, അതല്ല എങ്കിൽ ഇനിയിപ്പോ കൂടി വന്ന അവർക്ക് പറയാൻ കഴിയുക അത് അത്യുന്നതരാണ്, ഏറ്റവും ഉയർന്ന ആളുകളാണ്. ആ ഏറ്റവും ഉയർന്ന ആളുകളുടെ കൂട്ടത്തിൽ ഒരൊറ്റ സ്ത്രീ ഇല്ല, സ്ത്രീയുമായി സ്പർശിച്ചവരും ഇല്ല എന്നാണ്. എന്നാൽ ആ നിലക്ക് അതിനെ മോശമായി ചിത്രീകരിക്കുന്ന ആളുകൾക്ക്, സ്ത്രീയുമായി ബന്ധപ്പെടുന്നതിനെയും ഇത്രയും മോശമായി ചിത്രീകരിക്കുന്ന ആളുകൾക്ക് പരിശുദ്ധ ഇസ്ലാമിന്റെ അത്തരം വിഷയങ്ങളെ സംബന്ധിച്ച് പറയാനുള്ള അവകാശം തന്നെ ഇല്ല. അത് നമ്മൾ ആദ്യം തന്നെ അത് മനസ്സിലാക്കി വെക്കുക. ഇനി നമുക്ക് നമ്മുടെ ശൈലി എന്താണ് ഈ പറയുന്നതിന്റെ അർത്ഥം? ഇത് നമ്മൾ ശ്രദ്ധിക്കണം. ആദ്യമേ അവരുടെ മുളയിലെ അവരുടെ വായ മൂടിക്കെട്ടണം. അവർക്ക് ഇസ്ലാമിൽ സ്ത്രീകൾക്ക് അങ്ങനെ സ്ത്രീകളെ സംബന്ധിച്ച് പറഞ്ഞില്ലേ എന്ന വിഷയം സംസാരിക്കാൻ നിങ്ങൾക്ക് അവകാശമേ ഇല്ല. ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം അവിടെ പറഞ്ഞത് ഖുർആൻ ഇവിടെ കൃത്യമായി വിന്നൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് മൻ അമില മിൻകും മിൻ ദക്കരിൻ ഔ ഉൻസാ, ആര് ചെയ്താലും ആണാവട്ടെ പെണ്ണാവട്ടെ അവർക്കൊക്കെ അത്യുന്നതമായ പദവിയിൽ ചേരാം എന്നല്ല. നിക്കാഹ് എന്റെ സുന്നത്തിൽപ്പെട്ടതാണ്, എന്റെ സുന്നത്തിനെ തൊട്ട് അതിനെ തൊട്ട് തിരിഞ്ഞു കളയുന്നവർ എന്നിൽപ്പെട്ടവരല്ല. ഈ നിലക്ക് പഠിപ്പിച്ച ഇസ്ലാമിലെ സ്ത്രീകളുമായുള്ള അവർക്കുള്ള അർഹമായ ബഹുമാനവും ആദരവും നൽകുന്നതിനെ സംബന്ധിച്ച് ഒരക്ഷരം പറയാൻ അവർക്ക് ആദ്യമേ അവകാശം ഇല്ല. ഇത് നമ്മൾ ആദ്യം മനസ്സിലാക്കുക. പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമുക്കുള്ള തെറ്റിദ്ധാരണകൾ നമ്മൾ തീർക്കണം. എന്താണ് ഈ പറയുന്നത്? അവിടെ കുറെ പുഴയുണ്ട്, കുറെ കള്ളിന്റെ ഹാറുണ്ട്, കുറെ ഇണകളുണ്ട്, പരിശുദ്ധങ്ങളായ ഇണകളുണ്ട്, ഭക്ഷണമുണ്ട്, വാർപ്പിടുണ്ട്, ഒക്കെ ഉണ്ട്. ഒരുപാട് അതിനെ സംബന്ധിച്ച് സ്വർഗത്തിലെ ഭൗതികമായ മതീയായ വിശേഷണങ്ങളെ സംബന്ധിച്ച് ഒരുപാട് പറഞ്ഞിട്ടുണ്ട്. സ്വർണത്താലും വെള്ളിയാലുമുള്ള ഇഷ്ടികകളാണ് എന്ന് തുടങ്ങിയൊക്കെ ഒരുപാട് പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ എന്തിനാ? എന്നാൽ ഇതാണോ പരമമായ ലക്ഷ്യമായിട്ട് ഇസ്ലാമും കണ്ടിട്ടുള്ളത്? അല്ല, ഒരിക്കലും അല്ല. പരമമായ ലക്ഷ്യമായിട്ട് ഇസ്ലാമും കണ്ടിട്ടുള്ളത് ഇതല്ല ഒരിക്കലും. മറിച്ച് എന്തിനെയാണ് കണ്ടിട്ടുള്ളത്? പരമമായ ലക്ഷ്യമായി കണ്ടിട്ടുള്ള അല്ലാഹുവിന്റെ ലിഖാഇനെ തന്നെയാണ്. ഈ സ്വർഗത്തിലെ ഇത്രയും വലിയ അനുഭൂതികൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന മുഅ്മിനീങ്ങൾ പോലും അള്ളാഹുവിന്റെ ലിഖാഅ് അനുഭവപ്പെട്ടാൽ അവർ പറയും അത്ര എന്തെന്ന്? അവർ പറയും, ഞങ്ങൾക്ക് ഇതൊന്നും വേണ്ട, അതിന് പകരം ഇത് നിലനിന്ന് കിട്ടിയാൽ മതിയായിരുന്നു. ഈ ഭൗതികമായ ശാരീരികമായ അനുഭൂതികൾക്ക് പകരം എന്ത് കിട്ടിയാൽ മതി? ഈ അള്ളാഹുവിന്റെ ഈ ലിഖാഅ് കിട്ടിയാൽ മതി എന്നല്ല. ഖുർആൻ തന്നെ സ്വർഗീയമായ സുഖങ്ങളെ ഒക്കെ വിവരിച്ചിട്ട് പറഞ്ഞു, വറിദ്വാനും മിനല്ലാഹി അക്ബർ. ഇതൊന്നല്ല വലുത് എന്താകുന്നു? അള്ളാഹുവിന്റെ റിളയാകുന്നു. അള്ളാഹുവിന്റെ
റിള, അള്ളാഹുവിന്റെ പൊരുത്തം. അപ്പോ അത് തന്നെയാണ് ആ പരമമായ മോമിന്റെ പരമമായ ലക്ഷ്യം. പരമമായ ലക്ഷ്യം അത് തന്നെയാണ്. അത് തന്നെയാണ് ഏറ്റവും വലിയ അനുഗ്രഹവും ഏറ്റവും വലിയ അനുഭൂതിയുമായി ഇസ്ലാം കണ്ടിട്ടുള്ളത്. അതിൽ സംശയമൊന്നുമില്ല. അതാണ് ശാശ്വതമായും നിലനിൽക്കുന്നതും അത് തന്നെയാണ്. എന്നാൽ അത് ഇവിടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണ്? അത് മാത്രമല്ല, മനുഷ്യ ശരീരത്തിൽ മനുഷ്യന് റൂഹും ഉണ്ട്, ഭൗതിക ശരീരവും ഉണ്ട്. ഈ ഭൗതികമായ ശരീരം ആശിക്കുന്നത് അവന് ഭക്ഷണം, ലൈംഗിക സുഖങ്ങള്, അതുപോലെയുള്ള കാര്യങ്ങളൊക്കെയാണ്. അതുപോലെ നല്ല വീട്, സൗകര്യങ്ങള്, ഇതൊക്കെയാണ് ഈ ഭൗതിക ലോകത്ത് മനുഷ്യൻ ആശിക്കുന്നത്. ആ വക സുഖം അത് ശരീരത്തിന്റെ ആവശ്യങ്ങളാണ്. ആ ശരീരത്തിന്റെ ആവശ്യങ്ങൾ തടഞ്ഞുകൊണ്ടല്ല അള്ളാഹു അത് ചെയ്യുന്നത്. അത് അവിടെ നിങ്ങൾക്ക് എത്രയാണ് ആവശ്യം, നിന്റെ ആവശ്യത്തിനനുസരിച്ച് അള്ളാഹു അവിടെ നൽകുകയും ചെയ്യും. അത് തന്നെയല്ലേ അതിന്റെ ബുദ്ധിയും. അത് തന്നെ അതിലെന്താണ് അവിശ്വസനീയമായും ബുദ്ധിക്കെതിരായും എന്താണ് അതിലുള്ളത്? യഥാർത്ഥത്തിലുള്ള അനുഗ്രഹം ആ ആത്മീയമായ അനുഭൂതിയാണെന്ന് അംഗീകരിച്ചുകൊണ്ട് തന്നെ, എന്നാൽ അതോടൊപ്പം നിങ്ങൾക്ക് ഭൗതികമായ അനുഗ്രഹങ്ങളെയും അനുഭൂതിയെയും അള്ളാഹു തടയാതിരിക്കുക. അത് തന്നെയല്ലേ അള്ളാഹുവിന്റെ അനുഗ്രഹത്തിന്റെ വലിയ ഏറ്റവും മഹിതമായ രൂപം, ഏറ്റവും വലിയ മഹത്വമായ രൂപം. അത് തന്നെയല്ലേ നല്ല റഹ്മാനും റഹീമും ആവുന്നതും. അങ്ങനെ തന്നെയല്ലേ വേണ്ടതും. ഒന്ന്. എന്നാൽ രണ്ടാമതായി നമ്മൾ മനസ്സിലാക്കേണ്ടത്, മനുഷ്യനെ ഇവിടെ ജീവിക്കുന്നത്, ഇവിടെ പ്രയത്നിക്കുന്നത്, അധ്വാനിക്കുന്നത്, ആ അധ്വാനത്തിൽ ഹക്കും ബാത്തിലും ശ്രദ്ധിക്കാതെ അതിക്രമമായ രൂപത്തിലും ഒക്കെ ശ്രമിക്കുന്നത് പ്രധാനമായി സമ്പത്തുണ്ടാക്കാന്, നല്ല വീടുണ്ടാക്കാന്, വൈവാഹികമായി വിവാഹബന്ധത്തില് നല്ല നല്ല ഉന്നതമായ അവസ്ഥ അവനക്കുണ്ടാവാന്, അല്ലെങ്കിൽ ആ സുഖം കൂടുതൽ അനുഭവിക്കാൻ, അനുവദിക്കപ്പെട്ട രൂപത്തിലോ അനുവദിക്കപ്പെടാത്ത രൂപത്തിലോ അനുഭവിക്കാൻ വേണ്ടി അവര് ശ്രമിക്കുന്നു. ഇങ്ങനെ ഇതൊക്കെയാണ് ഭൗതികമായി മനുഷ്യൻ വേണ്ടാത്ത രൂപത്തിൽ ജീവിക്കുന്നത് കൊണ്ട് ആയാലും ഈ വേണ്ട രൂപത്തിൽ ജീവിക്കുമ്പോഴും മനുഷ്യന്റെ ഭൗതികമായ ആഗ്രഹങ്ങളാണ് ഇതൊക്കെ. ഈ നിലയ്ക്ക് ഭൗതിക ലോകത്ത് ജീവിക്കുന്ന ആളുകളോടാണ് പ്രവാചകന്മാർ വന്നുകൊണ്ട് പറയുന്നത് എന്തെന്ന്? നിങ്ങൾ അവിടെ വേണ്ട കുറെ കാര്യങ്ങൾ ഉപേക്ഷിക്കണം. നിങ്ങൾ അനധികൃതമായ സ്ത്രീകളുടെ അടുത്തേക്ക് പോകരുത്. ഇവിടെ ഫിത്നയും കുഴപ്പവും അക്രമങ്ങൾക്കും കാരണമാകുന്ന കള്ള് നിങ്ങൾ കുടിക്കരുത് എന്നൊക്കെ പറഞ്ഞ് അവരുടെ സ്വഭാവത്തിന് ചിട്ട നൽകുകയും അവരുടെ ജീവിതത്തിന് ഭൗതിക ലോകത്തിന്റെ നിലനിൽപ്പിന് ആവശ്യമായ വിധത്തിലുള്ള ഒരു വ്യക്തമായ കൃത്യമായ കുറെ നിയമസംഹിതകൾ അവർക്ക് നൽകുകയും ചെയ്തുകൊണ്ട് ഇതനുസരിച്ച് നിങ്ങൾ ജീവിക്കണം എന്ന് പറയുമ്പോൾ, നിങ്ങളുടെ ആഗ്രഹം ഇന്നതൊക്കെയാണ്, നിങ്ങൾക്ക് ഇന്ന ആഗ്രഹങ്ങളൊക്കെ ഉണ്ട്, അത് അള്ളാഹു ഇതി പറഞ്ഞ കുഴപ്പങ്ങളൊന്നും ഇല്ലാത്ത വിധത്തിൽ നിങ്ങൾക്ക് അനുഭവിക്കാൻ, ശാശ്വതമായി അനുഭവിക്കാൻ മറ്റൊരു ലോകം നിങ്ങളുടെ മുന്നിൽ വരുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടല്ലേ അവരെ ക്ഷണിക്കേണ്ടത്. അതല്ലാതെ ഈ അലഞ്ഞു നടക്കുന്ന കള്ളിനും പെണ്ണിനും അടിമപ്പെട്ട് നടക്കുന്ന ഈ ജനങ്ങളോട് നിങ്ങൾ ഇതൊക്കെ ഉപേക്ഷിക്കണം, അതിനു പകരം നിങ്ങൾക്ക് അള്ളാനെ കാണാം എന്ന് പറഞ്ഞാൽ അവർ എത്ര കണ്ട് ഇതിലേക്ക് അടുക്കും? എത്ര കൊണ്ട് അടുക്കും? അവർ എന്ത് വിവേകമാണ് അവർ പറയുന്നത്? അത്തരം വാദഗതികൾ ഒരിക്കലും ബുദ്ധിക്ക് യോജിക്കുന്നതല്ലല്ലോ. ഈ നിലക്ക് നടക്കുന്ന മനുഷ്യന്മാരെ അവരെ നല്ല വഴിക്ക് കൊണ്ടു നടത്തലാണല്ലോ പ്രവാചകന്മാരുടെ ലക്ഷ്യം, വിശുദ്ധ ഖുർആന്റെ ലക്ഷ്യം, ഇനി ഈസാ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ലക്ഷ്യം, അതുപോലെയുള്ള ഇഞ്ചീലിന്റെയും തൗറാത്തിന്റെയും ഒക്കെ ലക്ഷ്യം അതല്ലേ? അവരോട് പറയാ, കള്ളു കുടിച്ച് പെണ്ണ് പിടിച്ച് നടക്കുന്ന ആളുകളോട് ഈ പെണ്ണ് പിടിക്കാൻ പാടില്ല, ഇത് പാടില്ല, ഇത് പാടില്ല എന്നൊക്കെ പറഞ്ഞ അതിന് പകരമൊക്കെ എന്ത് ചെയ്യും? നിനക്ക് നിന്റെ സൃഷ്ടാവിനെ കാണാം എന്ന് പറഞ്ഞാൽ ഇത്തരം മനുഷ്യനെ എവിടെ നിന്ന് കിട്ടും? അത് എത്ര കണ്ട് ഉപകരിക്കും? അതൊക്കെ വെറുതെ ആളുകളുടെ മുന്നിൽ ഭംഗിവാക്ക് പറയാനല്ലേ അവർക്ക് കഴിയുള്ളൂ. അതൊക്കെ അത് പറയേണ്ട സമയമാവുമ്പോൾ അള്ളാഹു പറയുകയും ചെയ്യും. ഖുർആനിൽ ഇങ്ങനെ നടക്കുന്ന ആളുകളോട്, ഈ വക ആഗ്രഹങ്ങളൊക്കെ വെച്ച് നടക്കുന്ന ആളുകളോട്, ഈ വക കാര്യത്തിന് വേണ്ടി അവരുടെ അധ്വാനവും അവരുടെ ഊർജവും ചെലവഴിക്കുന്ന ആളുകളോട് പറയാണ്, നിങ്ങളുടെ അധ്വാനം നല്ല വഴിക്കാവണം. നല്ല വഴിക്കാവുമ്പോൾ നിങ്ങളുടെ ആഗ്രഹങ്ങളെ പലതും നിങ്ങൾ തടയിടേണ്ടി വരും. ശരീര ഇച്ഛകൾക്ക് പലതിനും നിയന്ത്രണം ഏർപ്പെടുത്തേണ്ടി വരും. പക്ഷെ അതുകൊണ്ടൊരു കുഴപ്പമില്ല. ഏറി വന്നാൽ നിങ്ങളുടെ ഭൗതികമായ 60-70 വയസ്സ് വരെ അതുകൊണ്ട് നിങ്ങളത് സൂക്ഷിച്ചാൽ ശാശ്വതമായ ഒരു ലോകത്ത് നിങ്ങളുടെ ഇഷ്ടാനുസരണം ആ ഇച്ഛകളൊക്കെ പൂർത്തീകരിക്കാനുള്ള അവസരം അള്ളാഹു നിങ്ങൾക്ക് തരും. അങ്ങനെ തന്നെയല്ലേ അവരെ ആകർഷിക്കേണ്ടത്? അങ്ങനെയല്ലേ അവരെ നല്ല വഴി? അതില്ലാത്തതാണോ? ഇല്ലാത്തതല്ല, ഉള്ളത് തന്നെ.
അള്ളാഹുവിടെ നിശ്ചയിച്ചിട്ടുണ്ട്. ആ നിശ്ചയിച്ചതിന് അവരോട് പറഞ്ഞു കൊടുക്കുന്നു. അങ്ങനെ അവരെ ആകർഷിക്കുന്നു. ആകർഷിച്ച് ഇതിലേക്ക് വന്നു, അതിന്റെ ഇബാദത്തിന്റെ ലദ്ദത്ത് അനുഭവിച്ചു. അങ്ങനെ മുന്നോട്ട് പോയാൽ പിന്നെ അവർക്ക് അതൊന്നൊരു വിഷയമല്ലാതെയാകുന്നു. പിന്നെ അവർക്ക് റിദ്വാനും മിനല്ലാഹി, പടച്ചവനെ സ്വർഗത്തിലായാലും വേണ്ടില്ല, നരകത്തിലായാലും വേണ്ടില്ല, അതൊന്നും എനിക്ക് പ്രശ്നമില്ല, എനിക്ക് നിന്നെയാണ് വേണ്ടത് എന്ന് മഹാന്മാര് പറഞ്ഞല്ലോ. അത് അങ്ങോട്ട് എത്തുമ്പോ പറയും. അതൊക്കെ അവിടെ എത്തുമ്പോഴല്ലേ അതിന്റെ ലദ്ദത്ത് അവർക്ക് അനുഭവപ്പെടുകയുള്ളൂ. അപ്പോ യഥാർത്ഥത്തിൽ ബുദ്ധിപരമായി ജനങ്ങളെ നല്ല വഴിക്ക് ക്ഷണിക്കാനുള്ള വഴി ഇത് തന്നെയാണ്. ഇങ്ങനെ ഭൗതികമായും ആത്മീയമായുമുള്ള മനുഷ്യന്റെ വാസനകൾ, ആഗ്രഹങ്ങളെ, മനുഷ്യന്റെ ലക്ഷ്യങ്ങളെ പൂർണ്ണ അർത്ഥത്തിൽ പൂർത്തീകരിക്കാനുള്ള അവസരം സ്വർഗത്തിൽ അള്ളാഹു നിശ്ചയിച്ചു. അത് ഇവർക്ക് മുൻകൂട്ടി അവരോട് ബിശാറത്ത് നൽകി. അങ്ങനെ നൽകിക്കൊണ്ട് അവരിതിലേക്ക് ക്ഷണിച്ചു. എന്നാൽ അവിടെ നൽകുന്ന ഈ കള്ളിന് ഇവിടുത്തെ കുഴപ്പമില്ല. ലാ ഫിഹാ ഖൗലുൻ വലാ ഹും അൻഹാ യുൻസിഫൂൻ. അതുപോലെ പല ആയത്തുകളും ഉണ്ടല്ലോ. ഈ ഇവിടെയുള്ള കള്ള് പോലെ മത്ത് പിടിച്ചുകൊണ്ട് അതിക്രമങ്ങൾക്കും മറ്റുമൊന്നും ഉണ്ടാകുന്ന അവസ്ഥ അവിടെ ഉണ്ടാവുകയില്ല. ഇവിടെയുള്ള കള്ളിന്റെ ഗുണം ഒക്കെ അവർക്ക് അനുഭവപ്പെടുകയും എന്നാൽ അതുകൊണ്ടുണ്ടാകുന്ന ബുദ്ധി മരവിക്കുന്ന അവസ്ഥ അവർക്ക് ഒരിക്കലും ഉണ്ടാവുകയുമില്ല. അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും അവിടെ ഉണ്ടാവുകയില്ല, ലഹവും ഉണ്ടാവുകയില്ല എന്ന് പരിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ നിങ്ങൾക്ക് അതിന്റെ സുഖം അനുഭവിക്കല്ലേ വേണ്ടത്? ആ കള്ള് കുടിച്ചുകൊണ്ടുള്ള നിങ്ങൾക്ക് അതിന്റെ ആസ്വാദനമല്ലേ വേണ്ടത്? അതവിടെ നിങ്ങൾക്ക് ഇഷ്ടം പോലെ ഉണ്ട് താനും. അതാണ് പറഞ്ഞത്. പിന്നെ അതുപോലെ നിങ്ങൾക്ക് വിവാഹം, നിങ്ങൾക്ക് ഇണകൾ വേണം. ഇണകൾ എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ ഭൗതികമായ ഒരു ആഗ്രഹമാണ്. അത് മനുഷ്യൻ ആഗ്രഹിക്കുന്നതാണ് പറയേണ്ടത്. അവിടെ ചിലർക്ക് തോന്നും മനുഷ്യൻ അവിടെ സ്ത്രീകൾക്ക് എന്താ കൂടുതലില്ലാത്തത് എന്ന്. അന്ന് ചിലർക്ക് പറയാറുണ്ട്. എന്നാൽ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ അള്ളാഹു ചെയ്യുന്നത് എന്താ? വാസ്തവത്തിൽ സ്വർഗത്തിലുള്ളത് നമുക്ക് അവിടെ എന്താ വേണ്ടത് അതാണുള്ളത്. അത് നമുക്ക് ഇവിടെ ഊഹിക്കുന്ന വിധത്തിലല്ല. അതാണ് യഥാർത്ഥം. അവിടെ എന്നാൽ നിനക്ക് വേണ്ടത് ഒരു 100 ഭാര്യമാരെയാണോ? അതിനാണ് അള്ളാഹു ഒരുക്കമാണ്. അള്ളാഹു അതിനുള്ള സംവിധാനങ്ങളൊക്കെ അവിടെ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇവിടെ ചെയ്യുന്നത് അതിന് സ്ത്രീക്ക് എന്താ വേണ്ടത് അത് സ്ത്രീക്കും കൊടുക്കും. അതിൽ യാതൊരു സംശയമില്ല. അവർ എന്താ ആഗ്രഹിക്കുന്നത് അവൾക്കും കൊടുക്കും. എന്നാൽ ഇവിടെ അള്ളാഹു പറയുന്നത് മനുഷ്യനെ ഇവിടെ ഈ ബിശാറത്ത് നൽകി മനുഷ്യനെ ഇതിലേക്ക് ആകർഷിക്കുകയാണ്, നല്ല വഴിയിലേക്ക് കയറ്റുകയാണ്. ആ സമയത്ത് പ്രകൃതിയ മനുഷ്യൻ ആശിക്കുന്ന ശരീര ഇച്ഛകളെ ഒരു സാധാരണഗതിയിൽ ആശിക്കുന്ന കാര്യങ്ങളെ വാഗ്ദാനം ചെയ്തിട്ടാ പറയേണ്ടത്. സാധാരണഗതിയിൽ പുരുഷന്മാര് ഒന്നിലധികം ഇണകളെ ആഗ്രഹിക്കുക എന്നത് ലോകത്ത് മുഴുവനും നടപ്പുള്ള കാര്യമാണ്. അതിന്റെ പേരിൽ ഇസ്ലാമിനെ ആക്ഷേപിക്കുന്ന മുഴുവൻ വമ്പന്മാരും അവരുടെ നേതാക്കളും ഒരുപാട് സ്ത്രീകളെ സ്ത്രീ സുഖം അനുഭവിക്കുന്നവരും ആണ്. ഇന്ന് ലോകത്ത് മുഴുവനും ഇന്ന് നല്ല എന്നും പരിശോധിച്ചാൽ കാണാം. അത് നിഷേധിക്കാൻ സാധ്യമല്ല. ഇസ്ലാം അതിന് ഒരു നിയമം നിശ്ചയിച്ചു എന്നേ ഉള്ളൂ, ഒരു പരിധി നിശ്ചയിച്ചു, അത് വ്യവസ്ഥാപിതമാക്കി. ഇവിടെ ഇത് പാടില്ല എന്ന് പറയുന്നവരൊക്കെ ഇവിടെ ആരാ പരിശുദ്ധന്മാരുള്ളത്? യവന്മാരാ ഉള്ളത്? ഒരുത്തരുമില്ല. അതുകൊണ്ട് സ്വാഭാവികമായും സാധാരണഗതിയിൽ പ്രകൃത്യ ഒരു മാന്യന്മാര് തന്നെ വലിയ വലിയ രാജാക്കളാവട്ടെ, വലിയ വലിയ ബുദ്ധിമാന്മാരാവട്ടെ, എന്തെല്ലാം കഥകളാണ് നമ്മൾ കേൾക്കുന്നത്. ഇന്ന് ലോകത്തിന്റെ മുന്നിൽ വലിയ സ്ഥാനം മാനവും ഒക്കെ നൽകുന്ന ആരായാലും ശരി, അവരൊക്കെ അങ്ങനെ പ്രകൃതിപരമായി സാധാരണഗതിയിൽ അങ്ങനെ ഒന്നിലധികം ഇണകളെ ആശിക്കാറുണ്ട്. പരിശുദ്ധ ഇസ്ലാം അതിനൊരു വ്യവസ്ഥാപിതമായ രൂപം ദുനിയാവിൽ നൽകി. ഇങ്ങനെ അതിന്റെ അപ്പുറം പോകാൻ പാടില്ല എന്ന വ്യവസ്ഥ നൽകി. ഇനി ഒന്നിലെ നിങ്ങൾക്ക് ആ വ്യവസ്ഥക്കനുസരിച്ച് നിനക്ക് ഒന്നിലധികത്തിനുള്ള കഴിവും യോഗ്യതയും ഇല്ലെങ്കിൽ ഒന്നിൽ ഒതുങ്ങി നിൽക്കണമെന്ന് പറഞ്ഞു. എന്നാൽ ഇതൊക്കെ നിനക്ക് ഈ ഒരു 60-70 വയസ്സ് വരെ നീ ക്ഷമിച്ചോ, എന്നാൽ നിനക്ക് എന്തുണ്ട്, പാരത്രിക ലോകത്തിന് ഇഷ്ടാനുസരണം വിഹരിക്കാം എന്ന് പറഞ്ഞു. അവനെ അതിലേക്ക് ആകർഷിപ്പിച്ചു. അതേ സമയത്ത് സാധാരണഗതിയിൽ മാന്യതയുള്ള ഒരു സ്ത്രീയും ഒന്നിലധികം ഭർത്താക്കന്മാരെ ആഗ്രഹിക്കുകയില്ല. എവിടെ അങ്ങനെ ചരിത്രമുള്ളത്? മാന്യതയുള്ള സ്ത്രീകളാരും അവരുടെ ആവശ്യങ്ങൾ നിറവേറണം എന്നതിൽ കവിഞ്ഞ് ഒന്നിലധികം ഇണകളെ ആശിക്കുന്ന സ്വഭാവം സ്ത്രീകൾക്കില്ല. അവരാശിക്കാത്തൊരു കാര്യം നിങ്ങൾക്ക് തരാം എന്ന് പറഞ്ഞിട്ട് അവരെ സ്വർഗത്തിലേക്ക്, ദീനിലേക്ക് ക്ഷണിക്കുകയാണോ വേണ്ടത്? അവർക്ക് പ്രകൃതിപരമായി അവർക്ക് എന്താണ് ആശ, എന്താണ് അവർ ഇഷ്ടപ്പെടുന്നത്, അവരുടെ ശരീര ഇച്ഛ എന്താണ്? സാധാരണയിൽ ഏതെങ്കിലും ചില ഒറ്റപ്പെട്ട സംഭവങ്ങളല്ല. സാധാരണയിൽ അവരുടെ ആശ എന്ത്?
അവരുടെ പ്രകൃതിപരമായ അവരുടെ മോഹങ്ങൾ എന്തിന്റെ ഒക്കെ പേരിലാണ് അവർ വഴിപിഴച്ചു പോവാനും അനാവശ്യമായ അനധികൃതമായ ഇല്ലീഗലായ മാർഗത്തിലൂടെ അവരുടെ ഇച്ഛകളെ പൂർത്തീകരിക്കുവാനും ശ്രമിക്കുക. അവിടെയാണല്ലോ പറയേണ്ടത്, അവിടെയാണല്ലോ പിടിക്കേണ്ടത്. അത് നിങ്ങൾക്ക് ഇവിടെ നിങ്ങൾ കുറച്ച് ക്ഷമിക്കണം, അവിടെ നിങ്ങൾക്ക് കിട്ടും. ഇവിടെ നിങ്ങൾ നിയമത്തിന് അനുസൃതമായി ജീവിക്കണം. പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഇല്ലാത്ത വിധത്തിൽ അത് അവിടെ നടക്കും. ഇങ്ങനെയല്ലേ വേണ്ടത്? മാത്രവുമല്ല, ഇവിടെ പ്രത്യേകിച്ച് ദുനിയാവിന്റെ കാര്യം പറഞ്ഞാൽ അങ്ങനെ ഒരവസ്ഥ സ്ത്രീകൾക്ക് അനുവദിക്കപ്പെട്ടാൽ ഇവിടെ തറവാടിന് വല്ല അസുലുണ്ടാവോ? ഒരു അസുലുണ്ടാവില്ലല്ലോ. അപ്പോ അങ്ങനെ ഒരു അവസ്ഥ അനുവദിക്കപ്പെടാനും പറ്റില്ല. മാത്രവുമല്ല, അങ്ങനെ ഒരു അവസ്ഥ സാധാരണഗതിയിൽ സ്ത്രീകൾ ആശിക്കുന്നതും അല്ല. അതുകൊണ്ട് തന്നെ പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ശരി, പുരുഷന്മാർ പ്രത്യേകിച്ച് പുറത്തിറങ്ങി നടക്കുന്നവരാണ്, പലതും കാണേണ്ടവരാണ്. സ്ത്രീക്ക് അതിനനുസരിച്ചൊരു ചുറ്റുപാടാണ് അള്ളാഹു തആല നൽകിയത്. അപ്പൊ ഇവിടെ ഇതുകൊണ്ടൊക്കെയുള്ള ഉദ്ദേശം എന്ന് പറഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല മനുഷ്യൻ എവിടെയാണ് അവന്റെ ചാബല്യം, എവിടെയാണ് അവന്റെ ഒരു വീക്ക്നെസ് എവിടെയാണ്, ഇത് മനസ്സിലാക്കി അവന്റെ ഇച്ഛകളെ പൂർത്തീകരിക്കാൻ വേണ്ടി എവിടെയൊക്കെ അവനക്ക് പതറിച്ച വരാൻ സാധ്യതയുണ്ട്, അവിടെയൊക്കെ അവനക്ക് ആവശ്യമായ വാഗ്ദാനങ്ങൾ നൽകി, അവന്റെ ആ ഇച്ഛയോടും ആഗ്രഹത്തോടും യോജിക്കുന്ന വാഗ്ദാനങ്ങൾ നൽകിക്കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതിലേക്ക് കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. അതാണ് യഥാർത്ഥത്തിൽ ചെയ്യേണ്ടത്. അല്ലാതെ യുക്തിയില്ലാത്ത യുക്തിവാദികൾ പറയുന്നതിൽ യാതൊരു യുക്തിയുമില്ല, അവർക്കൊരു യുക്തിയും ബുദ്ധിയും ഇല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയാം. അല്ലെങ്കിൽ അവർക്ക് എന്ത് നിയമമുള്ളത്? അവർക്കൊരു നിയമമില്ലല്ലോ. നിയമത്തിന്റെ അപ്പുറമാവുമ്പോഴല്ലേ അത് ഇല്ലീഗലാകുന്നത്. പിന്നെ യഥാർത്ഥത്തിൽ സ്വർഗത്തിലത്തെ കാര്യങ്ങൾ പറഞ്ഞത് അത് നമ്മൾ വേറെ മനസ്സിലാക്കേണ്ടതാണ്. സ്വർഗത്തിലെ അവസ്ഥ എന്ന് പറഞ്ഞാൽ, സ്വർഗത്തിലെ അവസ്ഥ ബഹുമാനപ്പെട്ട പരിശുദ്ധ ഖുർആൻ പറഞ്ഞത്, ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് ഖുദ്സിയായ ഹദീസിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, അഅദത്തു ലിഇബാദി, എന്റെ അടിമകൾക്ക് ഞാൻ തയ്യാർ ചെയ്തിരിക്കുന്നു, മാ ലാ ഐനുൻ റഅത്ത്, കണ്ണുകൾ കണ്ടിട്ടില്ലാത്തത്, വലാ ഉദുനുൻ സമിഅത്ത്, കാതുകൾ കേട്ടിട്ടില്ലാത്തത്, വലാ ഖതറ അലാ ഖൽബി ബശർ, ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ ഉദിച്ചിട്ട് പോലും ഇല്ലാത്ത സുഖങ്ങളും അനുഭൂതികളും മഹത്വങ്ങളും ആദരവുകളുമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല തയ്യാർ ചെയ്തിട്ടുള്ളത്. പിന്നെ ഈ പറയുന്നതൊക്കെ എന്നിട്ട് അല്ലാഹുവിന്റെ റസൂൽ ഇത് പറഞ്ഞുകൊണ്ട് പറഞ്ഞു, ഇൻഷാഅല്ലാഹ് നിങ്ങൾ ഓതിക്കോളൂ, അല്ലാഹുവിന്റെ ഖുർആനിൽ തന്നെ പറഞ്ഞല്ലോ, ഫലാ തഅലമു നഫ്സുൻ മാ ഉഖ്ഫിയ ലഹും മിൻ ഖുർറത്തി അയുനിൻ ജസാഅൻ ബിമാ കാനൂ യഅമലൂൻ. ഒരു നഫ്സിനും അറിയുക തന്നെയില്ല, ഫലാ തഅലമു നഫ്സുൻ, ഒരു നഫ്സിനും അറിയുകയേ ഇല്ല, ഒരു ശരീരത്തിനും അറിയുകയേ ഇല്ല. എന്ത്? മാ ഉഖ്ഫിയ ലഹും മിൻ ഖുർറത്തി അയുനിൻ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് തയ്യാർ ചെയ്തിട്ടുള്ളത് എന്ത്? അവരുടെ കൺകുളിർക്കെ കണ്ടാസ്വദിച്ച് ആസ്വദിച്ചുകൊണ്ട് അവരുടെ കണ്ണ് കുളിർക്കുന്ന വിധത്തിലുള്ള അനുഭൂതികളും ആനന്ദങ്ങളും എന്തൊക്കെയാണ് അള്ളാഹു തയ്യാർ ചെയ്തിട്ടുള്ളത് എന്ന് ഒരു ശരീരത്തിനും ഇവിടെ അറിയാൻ പോലും സാധ്യമല്ല എന്നാണ് അള്ളാഹു തആല പറഞ്ഞത്. അതാണ് ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞത്, ഈ പറഞ്ഞത് മാ മിനദ് ദുനിയ ഫിൽ ജന്നത്തി ഇല്ലൽ അസ്മാ, സ്വർഗത്തില് ഇവിടെയുള്ള കാര്യങ്ങളിൽ നിന്ന് സ്വർഗത്തിലുള്ളത് എന്താണ്? വെറും നാമങ്ങൾ മാത്രമാണ്. അമ്മ മുസമ്മയാത്തുഹാ, അതിന്റെ മുസമ്മകൾ, നാമങ്ങൾ, ഇവിടെയുള്ള നാമങ്ങൾ, അവിടെ ഫ്രൂട്ട്, സമറത്ത് എന്ന് പറയുന്നു, സൗജി എന്ന് പറയുന്നു, വീട്, കൊട്ടാരം എന്നൊക്കെ പറയുന്നു. ഇത് നമുക്ക് മനസ്സിലാവാൻ വേണ്ടി നമുക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പരിചയപ്പെടുത്തി തരികയാണ്. നമ്മുടെ ഇച്ഛകൾക്കും വികാരങ്ങൾക്കും ഇഷ്ടങ്ങൾക്കും അനുയോജ്യമായ വിധത്തിൽ നമുക്ക് തിരിയുന്ന രൂപത്തിൽ അങ്ങനെ പറഞ്ഞിട്ടല്ലേ ആകർഷിക്കേണ്ടത്. അങ്ങനെ പറഞ്ഞുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നമ്മെ അതിലേക്ക് ബിശാറത്ത് നൽകിക്കൊണ്ട് ആകർഷിക്കുകയാണ് ചെയ്യുന്നത്. എന്നാൽ അമ്മാ മുസമ്മയാത്തുഹാ, അതിന്റെ മുസമ്മകൾ, ഇതുകൊണ്ട് ഉദ്ദേശിക്കപ്പെട്ട വസ്തുക്കൾ എന്ത്? അത് ഇവിടെ ഉള്ളതൊന്നും തന്നെയല്ല, അതല്ല അവിടെ വേണ്ടതും. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടുത്തെ അവസ്ഥക്ക് യോജിച്ച വിധത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ നൽകുകയാണ് ചെയ്യുക. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇവിടെ അള്ളാഹു ഇതൊക്കെ അവിടെ മനുഷ്യന്റെ ആവശ്യത്തിനനുസരിച്ച് അവന്റെ ആഗ്രഹങ്ങൾക്കനുസരിച്ച് അള്ളാഹു നൽകും, അതിൽ യാതൊരു സംശയവും ഇല്ല. എന്നാൽ യഥാർത്ഥത്തിൽ ഏറ്റവും പരിപൂർണമായിട്ടുള്ളത്, ഏറ്റവും മർമ്മവും
പരമവുമായ ലക്ഷ്യം അള്ളാഹുവിന്റെ റിദ്വാനും അള്ളാഹുവിന്റെ ലിഖാവും ആണ്. റിദ്വാൻ ഒന്ന് വേറെ, ലിഖാ ഒന്ന് വേറെ, രണ്ടും വെവ്വേറെ ഹദീസുകളിൽ വന്നിട്ടുണ്ട്. അള്ളാഹുവിന്റെ റിള പ്രത്യേകമായി ലഭിക്കുന്നു, അതുപോലെ അള്ളാഹുവിന്റെ ലിഖാ പ്രത്യേകമായി ഉണ്ടാകുന്നു. ഇതാണ് ഏറ്റവും വലിയ അനുഭൂതി. എന്നാൽ ഭൗതിക നമ്മുടെ ഈ ശരീരത്തിന്റെയും ഭാഗം, ഈ ശരീരത്തെയും അവിടെ രണ്ടാമത് ഹയാത്താക്കപ്പെടുമല്ലോ, യാതൊരു സംശയവും ഇല്ലല്ലോ. ആ ഭൗതിക ശരീരം ഹയാത്താക്കപ്പെടുമെന്ന് വേദഗ്രന്ഥങ്ങളിലും പറഞ്ഞിട്ടുണ്ടല്ലോ. ആ ഭൗതിക ശരീരത്തിന് അതിനും വേണ്ട അതിന്റെ ആഗ്രഹങ്ങൾ നടക്കുക, അതിനാവശ്യമായതൊക്കെ അള്ളാഹു അവിടെ സംവിധാനിച്ചിട്ടുണ്ട്. അത് സ്ത്രീക്ക് എന്താ വേണ്ടത് അത് അവിടെ സംവിധാനിച്ചിട്ടുണ്ട്, പുരുഷൻ എന്താ വേണ്ടത് അത് അവിടെ സംവിധാനിച്ചിട്ടുണ്ട്. അതിലും യാതൊരു സംശയവുമില്ല, അവിടെ ഒരു ഏറ്റവ്യത്യാസവും ഇല്ല. അവിടെ മുസ്ലിമും സ്ത്രീയും പുരുഷനും ഒക്കെ സമമാണ് അള്ളാഹു കൊടുക്കുന്ന അനുഭൂതിയിൽ. എന്ന് വെച്ചാൽ എന്താണ് അവർക്ക് വേണ്ടത്, എന്ത് സുഖമാണ് അവർക്ക് വേണ്ടത്, അതൊക്കെ അള്ളാഹു കൊടുക്കും. അത് ഇസ്ലാമിൽ അങ്ങനെ ഒരു വേർതിരിവില്ല തന്നെ. മൻ അമില സാലിഹൻ, ആരെങ്കിലും ഒരു സാലിഹ് ചെയ്താൽ, ആരെങ്കിലും അമില ചെയ്തു, സാലിഹൻ ഒരു നന്മ ചെയ്തു, മിൻ ദക്കരിൻ, മന്ന് എന്ന് പറഞ്ഞാൽ ആര് ചെയ്തു, അത് സ്ത്രീ ആവട്ടെ പുരുഷനാവട്ടെ രണ്ടിനും പ്രയോഗിക്കാവുന്ന പദമാണ് മന്ന്. എന്നിട്ട് അള്ളാഹു എടുത്തു പറയുന്നു മിൻ ദക്കരിൻ ഔ ഉൻസ, ആണാവട്ടെ പെണ്ണാവട്ടെ, ആണായാലും പെണ്ണായാലും ശരി എന്ന് എടുത്തു പറയുകയാണ്. ആണോ, എടുത്തു പറയുകയാണ്. അവർക്ക് അത്യുന്നതമായ സ്ഥാനങ്ങളിലേക്ക്, അവരുടെ അവസ്ഥയിലേക്ക് അള്ളാഹു സുബ്ഹാനഹു വതആല ഉയർത്തും, അവർക്ക് അർഹമായത് നൽകും. റബ്ബിബ്നി ലീ ഇൻദക ബൈതൻ ഫിൽ ജന്ന വനജ്ജിനി മിൻ ഫിർഔന വഅമലിഹി വനജ്ജിനി മിനൽ ഖൗമിൽ ളാലിമീൻ എന്ന് പറഞ്ഞതും അത് തന്നെയാണ്. അപ്പോ അങ്ങനെയൊക്കെയാണ് ആ യഥാർത്ഥത്തിലുള്ള അവസ്ഥ. ഇനി നിങ്ങൾ ചിന്തിച്ചു നോക്കി, ഈ പറഞ്ഞ വിഷയങ്ങളിലേക്ക് വളരെ തന്ത്രപരമായി സൂചിപ്പിക്കുന്ന ഒരു അവസ്ഥയാണ് ഇവിടെ എന്ന് നമുക്ക് ആഴത്തിൽ ചിന്തിച്ചാൽ മനസ്സിലാക്കാൻ കഴിയും. വഉതൂബിഹി മുതശാബിഹാ, നോക്ക് നിങ്ങൾ എന്താണ് വഉതൂബിഹി മുതശാബിഹാ. ഇവിടെ ഈ പറയുന്നതൊക്കെ നിങ്ങൾക്ക് മനസ്സിലാകാൻ ആവശ്യമായ വിധത്തിൽ സ്വർഗത്തെ സംബന്ധിച്ച് ആദ്യം പറയാണല്ലോ, സ്വർഗം കൊണ്ടുള്ള ബിശാറത്ത് ആദ്യമായി വരികയാണല്ലോ ഖുർആനിൽ. അവിടെയാണ് പറയുന്നത്, ആദ്യത്തെ ബിശാറത്ത് ഇങ്ങോട്ട് വരുന്നിടത്ത് പറയാ വഉതൂബിഹി മുതശാബിഹാ. അവർക്ക് ഇതൊക്കെ നൽകപ്പെടുന്നത് മുതശാബിഹായിട്ടാണ്. മുതശാബിഹിന് നമ്മൾ രണ്ടാമത് നൽകിയ അർത്ഥം ദുനിയാവിലുള്ളതിനോടുള്ള തശാബുഹു എന്നാണ്. അപ്പൊ ദുനിയാവിലുള്ളതിന്റെ ഹഖീഖത്ത് അവിടെയില്ല, ദുനിയാവിലുള്ളതിനോട് സാമ്യമായ പലതുമാണ് അവിടെ ഉള്ളത്. പ്രത്യക്ഷത്തിലുള്ള സാമ്യതയാണുള്ളത്, ഹഖീഖത്തിൽ യാതൊരു ബന്ധവും ഇല്ല. അതുകൊണ്ടാണ് സ്വർഗത്തിൽ എന്തൊരു അനുഗ്രഹം ലഭിക്കുമ്പോഴും അവർ പറയുന്നത് സമറത്ത് എന്ന് പറഞ്ഞാൽ വെറും ഫ്രൂട്ട് എന്ന് നൽകണ്ട, അവർ ചെയ്ത ജസാഅൻ ബിമാ കാനൂ അമിലു, അവർ ചെയ്തതിന്റെ ഫലമായിട്ട് കിട്ടുന്നതൊക്കെ അതിന്റെ സമറത്താണ്. ആ സമറത്തിനെ ആ നിലക്ക് അവർക്ക് നൽകപ്പെടുമ്പോഴൊക്കെ അവര് പറയുകയാണ്, ഇത് ഇപ്പുറത്ത് നൽകപ്പെടുമ്പോ പറയാ ഇത് അതുമായിട്ടൊരു ബന്ധമില്ലല്ലോ, ദുനിയാവിൽ ഇത് നമുക്ക് കിട്ടിയതാണല്ലോ, ഹാദല്ലദീ റുസിഖ്നാ മിൻ ഖബൽ, ദുനിയാവിൽ ഇത് നമുക്ക് കിട്ടിയതാണല്ലോ, പക്ഷേ അതും ഇതുമായി യാതൊരു ബന്ധവും ഇല്ലല്ലോ, എന്തൊരു വ്യത്യാസമാണ് എന്നവർ പറയുന്നു. കാരണം ഇവിടെ സൗജി എന്നും ഭക്ഷണം എന്നും അങ്ങനെ പലതും പറഞ്ഞുകൊണ്ടുള്ളതായതുകൊണ്ട് ആ തശാബുഹ് അവിടെയുണ്ട്, എന്നാൽ ഹഖീഖത്തിൽ മാറ്റം ഉണ്ട്. അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് എന്ന ആ മർമ്മപ്രധാനമായ ഈ പറഞ്ഞ ഈ ജന്തുക്കൾക്കൊക്കെ, യുക്തിവാദിയാവട്ടെ ക്രിസ്ത്യാനിയാവട്ടെ, ഇസ്ലാമിനെ ഇതിന്റെ പേരിൽ ഇസ്ലാമിന്റെ സ്വർഗം എന്ന് പറഞ്ഞുകൊണ്ട് ആക്ഷേപിക്കുന്നവർക്കൊക്കെ ആദ്യം അതുമായി ബന്ധപ്പെട്ട ആയത്തിൽ തന്നെ വ്യക്തമായി ചിന്തിച്ചാൽ അതിനൊക്കെ മറുപടിയുള്ള രൂപത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവതരിപ്പിക്കുക ചെയ്തത്. നിങ്ങൾ ആലോചിച്ച് നോക്കണം. എന്നാൽ ഇവിടെ മറ്റൊരു കാര്യം കൂടി നമുക്ക് മനസ്സിലാക്കാനുണ്ട്. എല്ലാ സ്വർഗത്തിന്റെ മഖാമുകളില് ഒരുപാട് മഖാമുകൾ ഉണ്ട്. ആ മഖാമുകളിൽ അവിടെ ഉയരുന്ന ആളുകൾക്ക് അതിന്റെ ഒക്കെ ഒരു അംശം ഇവിടെ ദുനിയാവിൽ ഉണ്ടാകും. മഅരിഫത്ത് തുഅതി ഉകുലഹാ കുല്ല ഹീനിൻ ബിഇദ്നി റബ്ബിഹാ, തുഅതി ഉകുലഹാ കുല്ല ഹീനിൻ ബിഇദ്നി റബ്ബിഹാ. അതാണ് ഖുർആൻ പറഞ്ഞത്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദിനെ വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞെടുത്ത് പറഞ്ഞു, ആ കലിമത്ത് തൗഹീദ് അതിന്റെ ഉക്കുലിനെ, അതിന്റെ സമറത്തിനെ, അതിന്റെ ഫലത്തെ എന്നും നൽകും എന്നാ പറഞ്ഞത്. കുല്ല ഹീനിൻ, ഏത് ഘട്ടത്തിലും. അത് കൊടുക്കാൻ തുടങ്ങിയാൽ പിന്നെ നിൽക്കുന്ന പരിപാടിയില്ല, അത് കായ്ക്കാൻ തുടങ്ങിയാൽ പിന്നെ നിൽക്കുന്ന പരിപാടിയില്ല, അത് തുടർന്നുകൊണ്ടിരിക്കുക. അപ്പൊ മഅരിഫത്ത്, അള്ളാഹുമായി ബന്ധപ്പെട്ട മഅരിഫത്ത്, അത് ആരിഫീങ്ങൾക്ക് അതിന്റെ സ്വർഗത്തിൽ അവർ ഇവിടെ തന്നെ കടക്കുകയാണ്.
അപ്പൊ അതിന്റെ ഒരു അംശം ഇവിടുന്ന് കിട്ടുക. എന്നാൽ ഇവിടുന്ന് കിട്ടുന്നു അവിടുന്ന് കിട്ടുന്നു ബൗനും ബഈദ്, ആനയും കുഴിയാനും തമ്മിലുള്ള വ്യത്യാസം അവിടെയുണ്ട്. അതാണ് ഹാദില്ലദീ റുസിഖ്നാ മിൻ ഖബൽ എന്ന് പറഞ്ഞിട്ട് അവർ അത്ഭുതപ്പെടുന്നത്. ഇതിന്റെ ഒരു സൂചന അവിടുന്ന് കിട്ടിയിരിക്കുന്നല്ലോ എന്ന നിലക്ക് ഇങ്ങനെയൊക്കെ അതിന് വ്യാഖ്യാനം നൽകാവുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല കൂടുതൽ മനസ്സിലാക്കാൻ നമുക്ക് തൗഫീഖ് ചെയ്യുമാറാവട്ടെ. നിങ്ങൾ ആലോചിച്ച് നോക്കണം. ഇങ്ങനെ ഇപ്പൊ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. മനസ്സിലായല്ലോ? ഇത്രയും ഓരോ ആയത്ത് ഓരോ വാക്കുകൾ എടുത്തു നോക്കുമ്പോഴും നമുക്ക് ഒരുപാട് മനസ്സിലാക്കാനുള്ള വിധത്തിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പ്രയോഗങ്ങൾ. ഉതൂബിഹി മുതശാബിഹാ വലഹും ഫീഹാ അസ്വാജും മുതഹ്ഹറാ വഹും ഫീഹാ ഖാലിദൂൻ. മുതഹ്ഹറത്തായ ഭാര്യമാരുണ്ട്. അവർക്ക് സാധാരണ സ്ത്രീകൾക്ക് ഭൗതിക ലോകത്തുണ്ടാകുന്ന വിധത്തിലുള്ള ഹൈള് പോലെയുള്ള ആർത്തവം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊന്നും അവർക്കുണ്ടാവുകയില്ല. അതുപോലെ സ്വഭാവത്തിൽ മുതഹ്ഹറാണ് അവർ. സ്വഭാവത്തിലും മുതഹ്ഹറാണ്. സ്ത്രീകൾക്ക് ഉണ്ടാകാവുന്ന ഒരു വളവ് എങ്ങനെയാണ് ഉണ്ടാകുന്ന പറഞ്ഞിട്ടുണ്ടല്ലോ ദുനിയാവില്, അങ്ങനെയുള്ള ആ സ്വാഭാവികമായി ഉണ്ടാകുന്ന ഒരു കുറവും അവർക്ക് അവിടെ ഉണ്ടാവുകയില്ല. പൂർണ്ണ അർത്ഥത്തിൽ അവരുടെ ഇണ ആരാണോ അവരെ അല്ലാതെ അവർക്ക് സ്നേഹം അനുഭവപ്പെടുകയില്ല, അവർക്ക് നോക്കാൻ പോലും കഴിയുകയില്ല. ഈ വിധത്തിൽ പരിശുദ്ധകളായ മഹതികളായ സ്ത്രീകൾ അവിടെയുണ്ട്. മുതഹ്ഹറ, അവർ ശുദ്ധീകരിക്കപ്പെട്ടിരിക്കുകയാണ്, ശുദ്ധീകരിക്കപ്പെട്ടവരാണ്. ആരാ ശുദ്ധീകരിച്ചത്? അള്ളാഹു തന്നെ. അള്ളാഹു നേരിട്ട് ശുദ്ധീകരിച്ച നല്ലവരായ സ്ത്രീകളാണ് അവിടെയുള്ളത് എന്ന് പറഞ്ഞു. അത് അവർ ഉയർത്തുകയാണ് ചെയ്തത് ഖുർആൻ. അത് ബൈബിളിൽ കാണില്ല ആ നിലക്ക്. അവർ അവിടെ ശാശ്വതരും ആകുന്നു. അവർ അവിടെ ശാശ്വതരാണ്. ഈ നിയമത്തൊക്കെ കിട്ടി കുറച്ചു കഴിഞ്ഞാൽ പോണ്ടി വരും എന്നുള്ള പേടിയുണ്ടായ പിന്നെ ഇതിനെന്താ സുഖമുള്ളത്? എപ്പോഴപ്പോ നമുക്കുണ്ടല്ലോ നല്ലൊരു ജോലി കിട്ടി ഏത് സമയത്തും പോണ്ടിയരോ പുതിയൊരു മാനേജർ വന്ന് ഒരു പരിശോധന തുടങ്ങി, ഇനിയിപ്പോ ഇതുവരെയൊക്കെ വേണ്ട, കുറച്ച് ആൾക്കാരെ ഒഴിവാക്കണം, ഏത് സമയത്താ പോണ്ടി വരിക എന്ന് വിചാരിച്ചിരിക്കുമ്പോ 10,000 ലക്ഷം ശമ്പളം കിട്ടിയിട്ട് എന്താ കാര്യം? എപ്പോഴും ടെൻഷനായിരിക്കും. സ്വർഗത്തിലാണ് ഖാലിദീൻ. പലയിടത്തും പറഞ്ഞിട്ടുണ്ടല്ലോ, സ്വർഗത്തിലേക്ക് നിങ്ങൾ പ്രവേശിക്കുക, ഖാലിദീങ്ങളായിട്ട് പ്രവേശിക്കുക എന്ന് അവരോട് പറഞ്ഞിട്ടുണ്ട്. എന്തിനാ പറയുന്നത്? കടക്കുമ്പോ തന്നെ ഇനി ഇവിടുന്ന് പുറത്തു പോകേണ്ട ഒരു പ്രശ്നമേ ഇല്ല എന്ന ആ സന്തോഷം കൂടി അവർക്ക് അനുഭവിക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. അങ്ങനെ അവർ അതിൽ ശാശ്വതരും ആകുന്നു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. ആ മഹത്തായ സ്വർഗം അനുഭവിക്കാൻ അല്ലാഹു അവന്റെ മഹദ് ഫള് കൊണ്ട് നമുക്ക് തൗഫീഖ് ചെയ്യുമാറാവട്ടെ. നമ്മുടെ ഈ ക്ലാസ്സുകളും പ്രത്യേകിച്ച് ഈ ക്ലാസ് റൂമുമായി ബന്ധപ്പെട്ടിട്ടുള്ള നമ്മുടെ പ്രവർത്തനങ്ങളെല്ലാം തന്നെ അതിന് ഉതകുന്ന ആ സ്വർഗപ്രവേശനത്തിന് നമ്മെ സഹായിക്കുന്ന വിധത്തിൽ സ്വാലിഹായ അമലായി അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ. അവന്റെ ലിഖാഇനെയും അവന്റെ റിളാഇനെയും പൂർണ്ണ അർത്ഥത്തിൽ നൽകി അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. ഞാൻ നിർത്തുകയാണ്. പ്രത്യേകിച്ച് വിഷയസംബന്ധിയായ ചോദ്യങ്ങൾക്ക് മുൻഗണന നൽകിക്കൊണ്ട് ചോദിക്കാൻ അവസരം നൽകുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ആരും മൈക്കെടുക്കുന്ന കാണുന്നില്ലല്ലോ. അബ്ദുൽ സമദ് വന്നിട്ടുണ്ട്. 100 പൈസ 3 പൂവൊക്കെ ഇട്ടിട്ടുണ്ട്. രണ്ട് വർത്താനം പറഞ്ഞൂടെ? കേരളത്തിൽ നിന്ന് ആ ശബ്ദം ഒന്ന് കേൾക്കാലോ. ഒന്ന് റൈസ് ഹാൻഡ് ചെയ്തൂടെ? അതൊന്നും കിട്ടില്ല, മൈക്ക് കിട്ടില്ല. ചിലപ്പോ പ്രയാസം ഉണ്ടാവും, ഇടക്കിടക്ക് പോകുന്നുണ്ട്. BC വന്നുണ്ടല്ലേ, മൈക്ക് പ്രോബ്ലം. ഓക്കെ, സന്തോഷാണല്ലോ, സുഖം തന്നെയല്ലേ? അപ്പോ ഹബീബി കൈ ഉയർത്തി കണ്ടു. പിന്നെ നേരത്തെ കൈ ഉയർത്തി മൈക്ക് എടുക്കുന്ന കണ്ടില്ല. മൈക്ക് എടുക്കണമെങ്കിൽ വേഗം എടുക്കുക. ഹലോ, അസ്സലാമു അലൈക്കും. ഞാന് വാജിദ് റഹ്മാനാണ്. ചോദ്യം ഒരു സ്ത്രീനെ ആദ്യം ഒരാൾ കല്യാണം കഴിച്ചു, അതിന്റെ ശേഷം അത് മുത്തല്ലക്കായിട്ടോ അല്ലെങ്കിൽ ഭർത്താവ് മരിച്ചതിന്റെ ശേഷം വേറെ ആള് കല്യാണം കഴിച്ചാല് സ്വർഗത്തിൽ ആ സ്ത്രീക്ക് ആരായിരിക്കും ഭർത്താവായിട്ട് ഉണ്ടാവുക? അബൂദർദാ റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രത്തില് മഹാനവറുകൾ വഫാത്താകുന്ന സമയത്ത് ഉമ്മുദർദാ റളിയല്ലാഹു അൻഹയോട് വസിയത്ത് ചെയ്തതായിട്ട് കേട്ടിട്ടുണ്ട്. അതായത് വേറെ ആരെയും കല്യാണം കഴിക്കരുത്, കാരണം പരലോകത്ത് നിങ്ങളെ തന്നെ എനിക്ക് വേണം, അതുകൊണ്ട് വേറൊരാളെ കല്യാണം കഴിക്കരുത് എന്ന് വസിയത്ത് ചെയ്തതായിട്ടും കാണുന്നുണ്ട്. അപ്പോൾ ഇത് ഇങ്ങനെ വെച്ച് നോക്കിയാൽ അവർക്ക്
രണ്ട് ഭർത്താവ് ഉണ്ടാവുകയാണെങ്കിൽ, ദുനിയാവിൽ രണ്ട് ഭർത്താവ് ഉണ്ടാവുന്ന ആ ഒരു സാഹചര്യത്തിൽ അവർക്ക് ആരായിരിക്കും ആഖിറത്തിലെ ഭർത്താവായിട്ട് ഉണ്ടാവുക എന്നാണ് ചോദ്യം. ചോദ്യം നല്ല ചോദ്യമാണ്. നമ്മളെ വിഷയമായിട്ട് ബന്ധപ്പെട്ട നല്ലൊരു കാര്യം കൂടി പറയാനായി. അതുകൊണ്ട് അവിടെ പിന്നെ ആ വിഷയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് തന്നെ ചോദിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പൊ പറഞ്ഞത് അഹ്സനുഹും അഖ്ലാഖാണ്. ഈ സ്ത്രീക്ക് രണ്ട് ഭർത്താക്കന്മാരിൽ ആരെയാണ് കൂടുതൽ സന്തോഷം ഇഷ്ടമുണ്ടായത്, ഇവരിൽ ഏറ്റവും നല്ല സ്വഭാവമുള്ളവർ ആരായിരുന്നുവെങ്കിൽ അയാള് ആ സ്ത്രീക്ക് ഭർത്താവായി കൊടുക്കും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ പറഞ്ഞതായിട്ട് ഹദീസിലുണ്ട്. അതുകൊണ്ടോ സ്ത്രീയെ ബഹുമാനിക്കലാണല്ലോ അത്, നമ്മുടെ വിഷയവുമായി ബന്ധപ്പെട്ടതാണല്ലോ അത്. അവരെ ഈ രണ്ടാളുകളിൽ ആരാണ് ഏറ്റവും നല്ല സ്വഭാവക്കാരും ഈ സ്ത്രീക്ക് ഏറ്റവും വിലയുള്ളവളുമുള്ള ആളാരായിരുന്നു, അത് ആദ്യത്തേതായാലും ശരി രണ്ടാമത്തേതായാലും ശരി, ആ ആളുമായി അവിടെ ജീവിക്കാൻ കഴിയും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അല്ലേ? അപ്പോ ഇനിയിപ്പോ ആരെങ്കിലും എന്തെങ്കിലും ഉണ്ടോ? ഇനിയിപ്പോ അപ്പൊ മൊത്തത്തിൽ നമ്മൾ പറഞ്ഞതിന്റെ ചുരുക്കം അതാണ്. ലഹും ഫീഹാ മാ യശാഊൻ, അവര് ഉദ്ദേശിച്ചത് അവർക്കുണ്ട്. അവരുദ്ദേശിച്ചത് അതന്നെ ഇപ്പൊ പറഞ്ഞത്, അവരുദ്ദേശിച്ച അവരെന്താണ് ഉദ്ദേശിക്കുന്നത് അത് അവർക്കുണ്ട്, അത് സ്വർഗത്തിലുണ്ട്. എന്നാൽ അതിന്റെ ഒക്കെ ഒരു തശാബുഹ് ദുനിയാവിലും അവർക്കുണ്ടാകും. അള്ളാഹുവിന്റെ ഔലിയാക്കൾക്ക്, അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാർക്ക് അവരുദ്ദേശിക്കുന്ന ഇവിടെ ദുനിയാവിലുണ്ടാകും. മുതശാബിഹാണല്ലോ. അപ്പൊ എല്ലാറ്റിന്റെയും ഒരു തശാബുഹ് ഇവിടെ ഉണ്ട് എന്നതാണ് വസ്തുത. ഇനി ഇൻഷാ അല്ലാഹ് ബാക്കി കൂടുതൽ കാര്യങ്ങൾ നമുക്ക് പിന്നീട് പറയാം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ഒരാൾ റൈസ് ഹാൻഡ് ചെയ്തിട്ടുണ്ട്, സംശയം ചോദിക്കാനാണെങ്കിൽ വേഗം ചോദിക്കും. ജുനു മൈക്ക് എടുക്കുന്നില്ലല്ലോ. ജുനു അണിഞ്ഞു കൂട്ടണ്ടാട്ടാ, അത്ര മതി. മൈക്ക് എടുക്കുന്നില്ലല്ലോ. ഒന്നും ചോദിക്കാറില്ലേ? വെറുതെ റൈസ് ഹാൻഡ് ചെയ്ത് പോയതാ. എന്നാ ഡൗൺ ഹാൻഡ് ചെയ്യും. അപ്പൊ നമ്മൾ അവസാനിപ്പിക്കല്ലേ? ചോദിക്കാണെങ്കിൽ ഒന്ന് എസ് അടിക്ക്. ലെഫ്റ്റ് തറവും അത് പോയി. അപ്പൊ നമ്മൾ അവസാനിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നാഫിയായ ഇൽമിനെ നമുക്ക് വർദ്ധിപ്പിച്ചു തരുമാറാവട്ടെ. നമ്മൾ ഈ പറഞ്ഞതും കേട്ടതും എല്ലാം തന്നെ അള്ളാഹു അവന്റെ പൊരുത്തത്തിലാക്കി തരുമാറാവട്ടെ. സ്വാലിഹീങ്ങളുടെ കൂട്ടത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെയും നമ്മുടെ മാതാപിതാക്കളെയും ഉസ്താദുമാരെയും മശായിഖുമാരെയും നമ്മുടെ ഭാര്യ സന്താന പരമ്പരകളെയും സഹോദര സഹോദരിമാരെയും വേണ്ടപ്പെട്ട എല്ലാവരെയും നമ്മെ സഹായിച്ചവരെയും സ്നേഹിച്ചവരെയും പ്രത്യേകിച്ച് നമുക്ക് ഇൽമ പഠിക്കാൻ സഹായം ചെയ്തു തന്ന എല്ലാവരെയും സ്വാലിഹീങ്ങളുടെ കൂട്ടത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഉൾപ്പെടുത്തി തരുമാറാവട്ടെ. നമ്മുടെയും അവരുടെയും നമ്മുടെ കൂട്ടത്തിലുള്ള ഈ സദസ്സിലുള്ള ഈ ക്ലാസ് റൂമിലുള്ള ഉണ്ടാവാറുള്ള ഇതിനെ സ്നേഹിക്കുന്നവരും സഹായിക്കുന്നവരുമായ എല്ലാവരുടെയും പ്രത്യേകിച്ച് ഇന്നലെ പറഞ്ഞ ആ സ്ത്രീയുടെയും എല്ലാവിധ രോഗവും അള്ളാഹു സുബ്ഹാനഹു വ തആല ശിഫയാക്കി തരുമാറാവട്ടെ. എല്ലാ ഷർറിനെയും അള്ളാഹു സുബ്ഹാനഹു വ തആല അകറ്റി തരുമാറാവട്ടെ. ആ സ്ത്രീ ഇന്ന് മരണപ്പെട്ടു എന്നാ പറയുന്നത്, ഞാൻ അറിഞ്ഞിട്ടില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല ആഖിറം സന്തോഷപൂർണമായി കൊടുക്കുമാറാവട്ടെ. ഇതാണ് ദുനിയാവിന്റെ ഹാല്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഏതായിരുന്നാലും കൂടുതൽ വിഷമിക്കാതെ, ആ അവസ്ഥയിൽ കൂടുതൽ കെടുത്താതെ അള്ളാഹു അതുകൊണ്ട് തിരിച്ചു വിളിച്ചത് അതൊരു ഖൈറായിരിക്കാം. ഏതായാലും അവരുടെ കുടുംബത്തിന് അള്ളാഹു മക്കൾക്കൊക്കെ സമാധാനം നൽകുമാറാവട്ടെ. അവർക്ക് അവരുടെ ആ മരണപ്പെട്ടു പോയ സ്ത്രീക്ക് അള്ളാഹു പൂർണ്ണ മഗ്ഫിറത്തും വലിയ കാരുണ്യവും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആ കുടുംബത്തിന് ആ മക്കൾക്ക് സന്തോഷം നൽകുമാറാവട്ടെ. അവരുടെ ഹൃദയത്തിൽ ക്ഷമയിട്ട് കൊടുക്കുമാറാവട്ടെ. നമുക്കും നമ്മുടെ ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കൾ, ഉസ്താദുമാര്, സഹോദര സഹോദരിമാര്, വേണ്ടപ്പെട്ടവര്, നമ്മെ സഹായിച്ചവര് എല്ലാവർക്കും അള്ളാഹു നല്ല നിലയിൽ സിഹത്തോടെ ആഫിയത്തോടെ ദീർഘായുസ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അവന്റെ ദീനിന് ഇസ്സത്തോടുകൂടെ ഖിദ്മത്ത് ചെയ്യാനുള്ള തൗഫീഖ് അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. മരണം ഖൈറാകുന്ന സമയത്ത് പരിപൂർണ ഈമാനോടുകൂടെ സ്വാലിഹീങ്ങളുടെ അബ്റാറിന്റെ മഅയ്യത്തോടുകൂടെ ആ മഅയ്യത്തിലായും കൊണ്ട് സ്വർഗം കണ്ട് ഷഹാദത്ത് ചൊല്ലി മരിക്കാൻ അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. നമ്മുടെ ദുനിയാവിലുള്ള എല്ലാ വിഷമങ്ങളും, രോഗം കൊണ്ടായാലും വിഷമങ്ങളെ കൊണ്ടായാലും കടങ്ങളെ കൊണ്ടായാലും മറ്റ് ഏതു വിധത്തിലുള്ള ഷർറാണെങ്കിലും എല്ലാം തന്നെ അള്ളാഹു ദൂരത്താക്കി സന്തോഷവും
സമാധാനവും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. എല്ലാവിധ ഷെറിൽ നിന്നും, സാഹിര്യങ്ങളുടെ സിഹറിൽ നിന്നും, ആയനീങ്ങളുടെ ഐനിൽ നിന്നും, ഹാസിദീങ്ങളുടെ ഹസദിൽ നിന്നും, മുഫ്തിനീങ്ങളുടെ ഫിത്നയിൽ നിന്നും, പൈശാചിക ഷെറിൽ നിന്നും, ളാലിമീങ്ങളുടെ ദുൽമിൽ നിന്നും, നമുക്കറിയുന്നതും അറിയാത്തതുമായ എല്ലാവിധ ഷെറിൽ നിന്നും അള്ളാഹു ഹിഫുദും ഹിമായത്തും നൽകി കാത്തുരക്ഷിക്കുമാറാവട്ടെ. എല്ലാവിധ ഷെറുകളെയും അള്ളാഹു തട്ടി ദൂരത്താക്കി തരുമാറാവട്ടെ. ജീവിതത്തിൽ ഇരുവീട്ടിലും ഉള്ള ജീവിതത്തിൽ ഇസ്സത്തും സന്തോഷവും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين. وصلى الله على سيدنا محمد وآله وصحبه أجمعين والحمد لله رب العالمين. السلام عليكم ورحمة الله.